بسم الله الرحمن الرحيم والسماء ذات البروج واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. هل ينظرون إلا أن تأتيهم الملائكة أو يأتي ربك أو يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഈ സമയത്തിലും സന്ദർഭത്തിലും ഞാൻ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പുണ്യകരമായ സ്വർഗത്തിൻ്റെ വഴിയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും വിജ്ഞാനവും അന്വേഷിക്കുന്ന പുണ്യകരമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ഒത്തുചേരലും സംസാരവും എല്ലാം ഒരു പുണ്യപ്രവർത്തനമായി അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ഓരോ നിമിഷങ്ങളിലും നമ്മളിൽ നിന്ന് അതിവേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേതു കാര്യങ്ങൾക്കും വീണ്ടും വീണ്ടും അവസരങ്ങൾ ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും നമുക്കനുകൂലമോ പ്രതികൂലമോ ആക്കി തീർത്തുകൊണ്ട് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നമ്മളിൽ നിന്ന് നാം അറിയാതെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ സർവ്വ മനുഷ്യരും ഈ പ്രപഞ്ചത്തിലെ സർവ്വഗോളങ്ങളും ഗ്രഹങ്ങളും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുജാലങ്ങളും ജീവജാലങ്ങളും
എല്ലാം അടുത്ത ഭാവിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന, അടുത്ത ഭാവിയിൽ അവരെല്ലാവരും സാക്ഷ്യം വഹിക്കാൻ പോകുന്ന രംഗം എന്താണ്? യഥാർത്ഥത്തിൽ നാം പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങൾക്കും അപ്പുറം പലതും നാം വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു വിവാഹമായിരുന്നു, ഒരു കുടുംബജീവിതമായിരുന്നു നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത ലക്ഷ്യമെങ്കിൽ അതിനപ്പുറത്ത് വാർദ്ധക്യവും, അതിനപ്പുറത്ത് രോഗവും, അതിനപ്പുറത്ത് മരണവും, അങ്ങനെ നാം പ്രതീക്ഷിക്കുന്ന ഓരോന്നിനു പിന്നിലും മറ്റൊന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ലോകം മുഴുവനും കാണാൻ പോകുന്ന ഏറ്റവും സുനിശ്ചിതമായ, സത്യസന്ധമായ, യഥാർത്ഥമായ ഭാവി എന്താണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. ഹൽ യൻദുറൂന ഇല്ലാ അൻ തഅതിയഹുമുൽ മലായിക. ഹൽ യൻദുറൂന, അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുവോ? ഇല്ലാ അൻ തഅതിയഹുമുൽ മലായിക, മലക്കുകൾ വന്നെത്തുന്നതിനെയാണ് അവർ കാത്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിനു സമാപനം കുറിക്കാൻ, അടുത്ത ജീവിതത്തെ സമാഗതമാക്കുവാൻ, നമ്മുടെ ആത്മാവിനെ പിടിക്കുവാൻ, ലോകത്തെ സമാപിപ്പിക്കുവാൻ ഈ ലോകത്തേക്ക് വന്നു ചേരുന്ന മലക്കുകളെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ. ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെടുമ്പോൾ, അല്ലാഹുവും അവന്റെ മാലാഖമാരും വന്നെത്തുമ്പോൾ, ആ ലോക സമാപനത്തെയാണ് ഈ ലോകം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഔ യഅതി റബ്ബുക ഔ യഅതി ബഅദു ആയാതി റബ്ബിക്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സമാപനമായി പടച്ച തമ്പുരാൻ വന്നെത്തുന്നതിനെ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ അത്ഭുതകരമായ അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനെ അല്ലാതെ മറ്റെന്തിനെയാണ് ഇവർ കാത്തുകൊണ്ടിരിക്കുന്നത്? ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ, ഏതൊരാളും വിശ്വസിക്കാൻ തയ്യാറാകുന്ന അത്രയും ഭയാനകമായ, സങ്കീർണമായ ആ ലോകാവസാനം വരുമ്പോൾ ആർക്കും അവന്റെ വിശ്വാസം ഫലം ചെയ്യുകയില്ല. ലം തകുൻ ആമനത് മിൻ ഖബൽ, ഇതിനു മുമ്പ് അവർ വിശ്വസിക്കുവാൻ തയ്യാറായിട്ടുമില്ല. ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ, ആ ജീവിതയാത്രയിൽ അവരൊന്നും തന്നെ സമ്പാദിച്ചിട്ടുമില്ല. ഈ ലോകം നമ്മൾക്ക് നിയന്ത്രിക്കാനും തടുക്കാനും പറ്റാതെ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങണം. അതെന്താണ്? അള്ളാഹുവിന്റെ അനുസരണയുള്ള ദാസന്മാരായ മലക്കുകളും അള്ളാഹുവും അന്ത്യദിനത്തിന്റെ അടയാളങ്ങളും പ്രത്യക്ഷപ്പെട്ട് ഈ മഹാപ്രപഞ്ചം സമാപിക്കുന്ന അതിഭീകരമായ ഒരു സമാപനത്തിലേക്കാണ് ലോകം നടന്നു പോകുന്നത്. സഹോദരങ്ങളെ, ഈ അതിഭയാനകമായ ഭാവിയെക്കുറിച്ച് മനസ്സിലാക്കുകയോ വേണ്ടത്ര ഉൾക്കൊള്ളുകയോ ചെയ്യാത്ത ആളുകൾ, അതിന് ഒരുങ്ങാത്ത ആളുകൾ, ഭയാനകമായ ഒരു ദുരന്തത്തെ അവരേറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അല്പം ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിനപ്പുറത്ത് നമുക്ക് സമാഗതമാകാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് നാം ഒരല്പസമയം ചിന്തിക്കുകയും ആ അതിശക്തമായ ലോകം നമ്മുടെ മുമ്പിൽ വരുന്നു എന്നറിയുമ്പോൾ അല്പം ഉത്തരവാദിത്തത്തോടു കൂടെയും അതേപോലെ തന്നെ നമ്മെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ടുമുള്ള ഒരു ജീവിതത്തിന് നമുക്ക് സാധ്യമാകും. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നാം ഓരോ നിമിഷവും നമ്മുടെ ജീവിതം ഉരുകിത്തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മെഴുകുതിരി പോലെയോ അതല്ലെങ്കിൽ നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആയുധം പോലെയോ തേഞ്ഞു തേഞ്ഞു തേഞ്ഞ് അത് അപൂർണമായി കൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ എടുത്ത് പരിശോധിക്കുമ്പോൾ അവന്റെ എല്ലുകൾക്ക് ബലം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്, അവന്റെ പേശികൾക്ക് ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവന്റെ നടത്തത്തിന് വേഗത കുറയുകയാണ്, അവന് കിതപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, താടിരോമങ്ങളും തലരോമങ്ങളും നരച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നിലധികം എണ്ണപ്പെട്ട രോഗങ്ങൾക്ക് അവൻ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഭീകരമായ നാശത്തിലേക്കും ദുരന്തത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം ജീവിതത്തിൽ നിർവഹിക്കേണ്ടത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുവോ എന്ന ആത്മപരിശോധന നമുക്ക് വേണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, നാം എന്താണ് ജീവിതത്തിൽ ഏറ്റവും അധികം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതിന്റെ ഉത്തരം ഞാൻ പറയാതെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്ന കാര്യമാണ്.
ചില ആളുകൾ തങ്ങളുമായി ജീവിതത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, ഭർത്താക്കന്മാർക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. ആലോചിച്ച് നോക്കൂ, ഞാനോ നിങ്ങളോ അടുത്ത ഭാവിയിൽ എന്തെങ്കിലും ഒരു രോഗം പിടിപെട്ടുകൊണ്ട് നമ്മുടെ വീട്ടിന്റെ ഒരു മൂലയിൽ അടഞ്ഞു കിടക്കേണ്ടി വന്നാൽ നമ്മുടെ ബേജാർ എന്താണ് സഹോദരങ്ങളെ? ആ രോഗസമയത്ത് നാം അനുഭവിക്കുന്ന വേദനകളെക്കാൾ, അപ്പോൾ നമുക്കുണ്ടാകുന്ന ജീവിത തടസ്സങ്ങളെക്കാൾ, അല്ലെങ്കിൽ ഭൗതികമായ അസൗകര്യങ്ങളെക്കാളും നമുക്ക് ഏറ്റവും പ്രയാസകരമായ കാര്യം എന്താന്ന് ചോദിച്ചാൽ, എന്നെ നോക്കിയും എന്നെ ചികിത്സിച്ചും എനിക്ക് ഭക്ഷണം തന്നും എന്റെ ബന്ധുക്കൾ പ്രയാസപ്പെട്ടു പോയോ, എന്റെ മരുമകൾ കഷ്ടപ്പെട്ടോ, എന്റെ മകൻ ബുദ്ധിമുട്ടിയോ, ഒരു യാത്രക്ക് പുറത്തു പോകാൻ പറ്റാതെ, യാതൊരു ജീവിതാനുഭവങ്ങളും അനുഭവിക്കാൻ പറ്റാതെ എന്നെ കൊണ്ട് ഇവർ ബുദ്ധിമുട്ടിയോ എന്നാണ് എഴുന്നേൽക്കാൻ കഴിയാത്ത, വേദനക്ക് ഗുളിക കഴിച്ചിട്ടും വേദനക്ക് ശമനം ലഭിക്കാത്ത രോഗിയായി കിടക്കുന്ന ഞാനും നിങ്ങളും ആശങ്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ നമ്മെ സ്നേഹിക്കുന്നവരുടെ പ്രശ്നത്തെ കുറിച്ചാണ്. രോഗിയായി കിടക്കുന്ന എന്റെ പ്രശ്നത്തെക്കാൾ, കാലൊടിഞ്ഞു കിടക്കുന്ന എന്റെ പ്രശ്നത്തെക്കാൾ, മാരകമായ ക്യാൻസറിന്റെ വേദന തിന്നുന്ന എന്റെ വേദനയേക്കാൾ എനിക്ക് വേദന എന്നെ പരിചരിക്കാൻ, എന്റെ മലമൂത്ര വിസർജ്യ വസ്തുക്കൾ വൃത്തിയാക്കുവാൻ, എന്റെ മാലിന്യങ്ങളെ വൃത്തിയാക്കുവാൻ, എന്റെ വസ്ത്രങ്ങളെ അലക്കുവാൻ, എനിക്ക് ഭക്ഷണം കോരിത്തരാൻ ഉദ്ദേശിക്കുന്നവർ പ്രയാസപ്പെടുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, നാം നമ്മുടെ ജീവനേക്കാൾ, നമ്മുടെ വയറിനേക്കാൾ, നമ്മുടെ ആഗ്രഹങ്ങളെക്കാൾ, അഭിലാഷങ്ങളെക്കാൾ നാം ഏറ്റവും മഹത്വം കൽപ്പിക്കുന്ന ആർക്കാണ്? നമ്മുടെ ബന്ധങ്ങൾക്കാണ്. മാനസിക രോഗിയായി, വിധവയായി, ഭർത്താവില്ലാത്ത ഒരു പെൺകുട്ടി, 30 വയസ്സായ പെൺകുട്ടി മരണസമയത്ത് വയസ്സായ വല്യപ്പയുടെ തലക്കും പാത്തു വന്നിരിക്കുന്നുണ്ട്. മരണത്തിന്റെ ഏറ്റവും ഭീകരമായ അന്ത്യദിനങ്ങളിലേക്ക് നീങ്ങുമ്പോൾ പോലും അയാൾ ആലോചിക്കുന്നത്, ഞാൻ മരിച്ചാൽ ഈ കുട്ടിക്കാരുണ്ടാവും. അവിടെയും ആശങ്കപ്പെടുന്നത് സ്വന്തം ബന്ധങ്ങൾക്ക് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്. എന്റെ പെൺകുട്ടികളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുത്തു, പക്ഷെ ഒന്നുകൂടെ ബാക്കിയുണ്ടല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. സഹോദരങ്ങളെ, ജനിച്ച നാൾ മുതൽ മരിക്കും വരെ സ്വന്തം ബന്ധുക്കൾക്കും അതേപോലെ തന്നെ തന്നെ ആശ്രയിക്കുന്നവർക്കും വേണ്ടി ഉരുകിത്തീരുന്നവരാണ് സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ. അവർ മറന്നുപോയിരിക്കുന്നു. മരണം അവരെ സ്വീകരിക്കാൻ മലക്ക് തലയിണക്കരികിലെത്തും വരേക്കും അവർ മറന്നു ജീവിതത്തിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്. രാവിലെ ഉണരും മുമ്പ് ജോലിക്ക് പോയി, അവിടെ നിന്ന് തിരിച്ചു വന്ന് വീണ്ടും കടങ്ങളായി, അത് വീട്ടാൻ ഗൾഫിൽ പോയി, അവിടെ നിന്ന് താടി രോമങ്ങൾ നിരച്ച് നാട്ടിൽ വന്ന് ഇവിടെ രോഗങ്ങളും ചികിത്സകളും ആശുപത്രി വരാന്തകളുമായി കഴിഞ്ഞുകൂടി മരണം വരെയും ജീവിതത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മറന്നു ജീവിക്കുന്നവർ ഒരു ഭാഗത്ത്. മറ്റൊരു വിഭാഗമോ സഹോദരങ്ങളെ, കോടികളുടെ ആസ്തിയുള്ള സമ്പന്നന്മാർ. അവർ സമ്പാദിക്കുകയാണ്, എല്ലാം മറന്ന് സമ്പാദിക്കുമ്പോൾ പുതിയ കമ്പനികൾ തുടങ്ങുന്നു, പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ തുടങ്ങുന്നു, പുതിയ വാഹനങ്ങൾ വാങ്ങുന്നു, പുതിയ കച്ചവടങ്ങൾ തുടങ്ങുന്നു, വീണ്ടും പുതിയത് തുടങ്ങുന്നു. എപ്പോഴാണ് അവസാനം ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയാതെ, ഒരു വിളിക്കും ഉത്തരം പറയാൻ പറ്റാതെ, ഒരു സ്ഥാപനവും നിയന്ത്രിക്കാൻ പറ്റാതെ, അസുഖകരമായ രോഗകരമായ ഒരവസ്ഥയിൽ അദ്ദേഹം മരണത്തിന്റെ മുമ്പിൽ എത്തുമ്പോഴും ബിസിനസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. 4 മൊബൈൽ ഫോണും 5 മൊബൈൽ ഫോണും പോക്കറ്റിലും കയ്യിലും പിടിച്ചുകൊണ്ട് ജീവിതം അയാളുടേതും അവസാനിക്കാൻ. സൗകര്യമുള്ള ഒരാളാണ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ ജീവിതവും അശ്രദ്ധമായി തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ സഹോദരങ്ങളെ, മറ്റൊരു വിഭാഗം ആളുകൾ ആരാണ്? നേരത്തെ അവിടെ സൂചിപ്പിച്ച പോലെ അവർക്ക് വിശ്രമം മാത്രമേ ജീവിതത്തിലുള്ളൂ. രാത്രി 12 മണി വരെ ടിവിക്ക് മുന്നിലാണ്. പകൽ എപ്പോഴൊക്കെ ഒഴിവ് കിട്ടുന്നുവോ അപ്പോഴെല്ലാം വിനോദങ്ങളാണ്. വേനൽക്കാലം വന്നാൽ സദാസമയവും വിനോദങ്ങളിലും ആഘോഷങ്ങളിലും അതേപോലെ തന്നെ സന്തോഷങ്ങളിലുമാണ് കഴിച്ചുകൂടുന്നത്. സുഹൃത്തുക്കളോടൊപ്പം കിട്ടുന്ന പണത്തിന് ഭക്ഷണം കഴിച്ചും കിട്ടുമ്പോഴെല്ലാം ടൂർ പോയും എന്തെല്ലാം ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റുമോ, ഇങ്ങനെയാണ് മറുവിഭാഗം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇതിലേതെങ്കിലും ഒന്നിൽ ജീവിതത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മരണത്തിലേക്ക് നീങ്ങിപ്പോകുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ. ആ അശ്രദ്ധയിൽ നിന്ന് ഉണരാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ കണ്ണുകൾക്ക് ഇപ്പോൾ കാണാനാവാത്ത, നമ്മുടെ തൊലികളെ കൊണ്ട് സ്പർശിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, നമ്മുടെ നാസാരന്ധ്രങ്ങൾക്ക് അതിന്റെ യഥാർത്ഥമായ സുഗന്ധം അനുഭവിക്കാൻ പറ്റാത്ത, എന്നാൽ സത്യസന്ധമായ ഒരു ലോകം സഹോദരങ്ങളെ മരണത്തിനപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുന്നു. ഇതിനെക്കുറിച്ചറിഞ്ഞാൽ സമ്പത്തിന് വേണ്ടി ഓടുന്നവൻ ഒരല്പസമയം ബ്രേക്ക് ഇട്ടുകൊണ്ട് നിന്ന് ചിന്തിക്കാൻ തയ്യാറാകും. വിനോദങ്ങളിൽ നിന്ന് വിനോദങ്ങളിലേക്ക് പ്രവഹിക്കുന്നവൻ ഒരു രാത്രിയെങ്കിലും ഒരു അരമണിക്കൂർ തന്റെ ജീവിതം എന്തിനെന്ന് ചിന്തിക്കുവാൻ തയ്യാറാകും. നാട്ടുകാർക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ജീവിതം ഓരോ ദിവസവും നീറി അവസാനിക്കുന്നവൻ
ഈ നീർന്നെത്തുന്ന ജീവിതത്തിനപ്പുറത്ത് ഇനി എനിക്കൊരു സൗഖ്യമുണ്ടോ എന്ന് ചിന്തിക്കുവാൻ അവൻ തയ്യാറാകുന്നതാണ്. അൽഹാകുമുത്തകാതുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഈ അശ്രദ്ധയെ കുറിച്ചാണ് അല്ലാഹ് പറഞ്ഞത്. എല്ലാ മനുഷ്യരും സർവ്വ മനുഷ്യരും അശ്രദ്ധയിൽ കഴിഞ്ഞുകൂടുന്നു. ഈ പണക്കാരൻ ശ്രദ്ധ വരുന്നത് എപ്പോഴാണ്? ഈ വിനോദങ്ങളിൽ ജീവിതം ഹോമിക്കുന്നവന് എപ്പോഴാണ് സഹോദരങ്ങളെ ഒരു ശ്രദ്ധ വരിക? കുടുംബങ്ങൾക്ക് വേണ്ടി ജീവിച്ച് അള്ളാഹുവിനെ വിസ്മരിച്ചവൻ എന്നാണ് ശ്രദ്ധ വരിക? ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ തുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം. മനസ്സിലാവുന്നതാണ്. എപ്പോ മനസ്സിലാവും സഹോദരങ്ങളെ? ഇപ്പോൾ അനുഭവിക്കാൻ പറ്റാത്ത നരകം എപ്പോൾ തന്റെ കൺമുമ്പിൽ കാണുന്നുവോ അന്ന് മനുഷ്യന് ബോധ്യപ്പെടും, അന്ന് ഓർമ്മ വരുന്നതാണ്. അന്ന് ഓർമ്മപ്പെടുമ്പോൾ, അന്ന് ബോധ്യപ്പെട്ടാൽ യാതൊരു പ്രയോജനവുമില്ല എന്നാണ് സഹോദരങ്ങളെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് നമുക്ക് കാണിച്ചിരുന്ന കാര്യം. അതുകൊണ്ട് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, നമ്മുടെ കണ്ണുകൾക്ക് ഇപ്പോൾ കാണാൻ പറ്റാത്ത ആ മരണത്തിനപ്പുറത്ത് കിടക്കുന്ന അതിവിശാലമായ സത്യസന്ധമായ ലോകത്തെക്കുറിച്ച് അറിവുണ്ടാകുക എന്നുള്ളതാണ് സഹോദരങ്ങളെ. ആ അറിവ് നമുക്ക് നൽകുന്ന ജീവിത സമാധാനങ്ങളും സൽഫലങ്ങളും വിശദീകരിച്ച് തീർക്കാൻ പറ്റാത്തതാണ്. അതിന്റെ ഏതാനും ചില വശങ്ങളിലൂടെ കടന്നു പോകാൻ ഒരുപക്ഷെ ഈ സന്ദർഭത്തിൽ നമുക്ക് സാധിച്ചേക്കാം. ഏറ്റവും ഒന്നാമത്തെ എന്തറിയും, മരണത്തെ ലോകത്ത് ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റൂല. സത്യവിശ്വാസിക്ക് കീഴ്പ്പെടുത്താൻ പറ്റും, മരണത്തെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റൂല. ഏറ്റവും ലോകത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹാരഥന്മാരായ ചക്രവർത്തിമാർ, പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാര് അവരുടെ ശവസംസ്കാരത്തിന് അവിടെ ശവമഞ്ചം കൊണ്ടുപോകുന്ന രംഗം ഒരുപക്ഷെ നമ്മൾ യാദൃച്ഛികമായി കണ്ടിരുന്നേക്കാം. പട്ടാളക്കാരുടെ അകമ്പടിയോടുകൂടെ പിന്നെ അതേപോലെ തന്നെ 10,000ങ്ങളുടെ മൗനമായ പിന്തുണയോടുകൂടെ കൊണ്ടുപോകുന്ന വലിയ വലിയ മരണാനന്തര ചടങ്ങുകൾ ഒരുപക്ഷെ കണ്ടേക്കാം. വെടിയേറ്റ് വീഴുന്ന പല മഹത്തുക്കളെയും രക്ഷപ്പെടുത്താൻ നിമിഷങ്ങളെ കൊണ്ട് ഏറ്റവും അതിവേഗതയിലെ വിമാനത്തിൽ ഡോക്ടർമാരെ എത്തിച്ചിട്ടും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. മരണത്തെ കീഴ്പ്പെടുത്താൻ ശാസ്ത്രത്തിന് പറ്റൂല, ഒരു ശക്തിക്കും പറ്റൂല, പണത്തിന് പറ്റൂല. എന്ന സഹോദരങ്ങളെ, മരണത്തെ കീഴ്പ്പെടുത്താൻ നമുക്ക് പറ്റും. ലോകത്ത് മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്നത് മരണത്തെയാണ്. മരണത്തെ ഭയമില്ലെങ്കിൽ പിന്നെ ജീവിതം സമാധാനപൂർണമാകുന്നതാണ്. മരണത്തെ പേടില്ലാത്തവന് ജീവിതത്തിൽ ഒന്നും ഭയപ്പെടാല്ല. മരണത്തെ പേടില്ലെങ്കിൽ സഹോദരങ്ങളെ, മരണത്തെ കീഴ്പ്പെടുത്താൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. എന്തുകൊണ്ട്? മരണത്തിലെത്തി മരണത്തോടുകൂടെ ജീവിതത്തിന്റെ സർവ്വ കാര്യങ്ങളും സമാപിക്കുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. മരണത്തിനപ്പുറത്താണ് ജീവിതം ആരംഭിക്കുന്നത് എന്ന് വിചാരിക്കുമ്പോൾ ധൈര്യമാണ്. കാരണം മരണം യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ തുടക്കമാണ് എന്നറിയുമ്പോൾ ധൈര്യമാണ് യഥാർത്ഥം നമുക്ക് ലഭിക്കാം. ചരിത്രത്തിനൊരു സംഭവം പറയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമാകും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ തന്നെ പ്രവാചകന്റെ അവസാന നാളുകളിൽ നടന്നൊരു യുദ്ധമാണ് മുഅത്ത യുദ്ധം എന്ന് പറയുന്ന യുദ്ധം. യഥാർത്ഥത്തിൽ അന്നത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു റോമക്കാർ. ഈ റോമക്കാരുമായുള്ള ഒരു ഏറ്റുമുട്ടലിലാണ് മക്കയിലുള്ള ഖുറൈശികളോടും മദീനയുള്ള ജൂതന്മാരോടും അറബികളായ ക്രിസ്ത്യാനികളോടുമായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആദ്യകാല യുദ്ധങ്ങൾ. എന്നാൽ ഇതാ പുറത്തുള്ള ഒരു കക്ഷിയോട് ലോകത്തെ അന്നത്തെ ഏറ്റവും വലിയ ശക്തിയായ റോമക്കാരിലേക്ക് ഒരു സൈന്യത്തെ പ്രവാചകൻ തിരുമേനി നിയോഗിച്ചു. ആ സൈന്യത്തിലുള്ള സൈന്യാധിപന്മാരെ നിശ്ചയിച്ച് പ്രവാചകൻ അവരോടൊപ്പം അല്പദൂരത്തേക്ക് നടന്നു. പ്രവാചകൻ യാത്രയാക്കി തിരിച്ചു വന്നു. ആ യുദ്ധത്തിന്റെ ഓരോ സംഭവങ്ങളും മിമ്പറിൽ വെച്ച് സഹാബത്തിന് പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തിരുന്നു എന്നാണ്. സൈന്യം മെല്ലെ മുന്നോട്ട് പോവുകയാണ്. സൈന്യം മുന്നോട്ട് പോയി ഒരു പാതി വഴിയിലെത്തുമ്പോൾ അവർക്ക് വിവരം കിട്ടി, 1,00,000 റോമൻ സൈന്യം യഥാർത്ഥത്തിൽ അവരുടെ ഏറ്റവും വലിയ നേതാവായ അവിടുത്തെ രാജാവായ ഹിർക്കലിന്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്നു എന്ന് വിവരം കിട്ടി. വേറെ 1,00,000 അറബികളായ ക്രിസ്ത്യാനികൾ യുദ്ധസന്നാഹത്തോടുകൂടെ വേറെയും വരുന്നു എന്നാണ്. ആകെ സത്യവിശ്വാസികളായ ആളുകൾ ഉള്ളത് 3000 ആള് മാത്രം. 2,00,000 വരുന്ന ആളുകളോട് 3000 ആളുകൾ അടരാടുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങൾ അല്പം വഴിയിലെത്തിയപ്പോൾ ചില ആളുകൾക്ക് ചെറിയ സംശയം നേരിട്ടു. യുദ്ധത്തെക്കുറിച്ച് ചെറിയ ഭയമുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്ന് പറയുന്ന സൈന്യനായകനിൽ ഒരാൾ അവരോട് പറഞ്ഞ വാചകം, യഥാർത്ഥത്തിൽ പരലോകത്തിന്റെ ശക്തി മരണമെന്നതിനെ നിർഭയത്വത്തോടുകൂടെ സ്വീകരിക്കുവാനുള്ള ഒരു വിശ്വാസിന്റെ ശക്തി നമുക്ക് പ്രകടമാകും. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരോട് പറഞ്ഞ വാക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രണ്ടും ഇതാ,
നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു സത്യവിശ്വാസികളെ. ഏതാണ് ആ രണ്ടു കാര്യങ്ങൾ? ഒന്ന്, നിങ്ങൾ ആഗ്രഹിച്ചു വന്ന് രക്തസാക്ഷിത്വമല്ലേ, നേരിട്ട് സ്വർഗത്തിലേക്കുള്ള യാത്ര. ഇതാ 2 ലക്ഷം വരുന്ന സൈന്യത്തോട് അടരാടുമ്പോൾ നിങ്ങൾക്കാർക്കും ഏതു നിമിഷവും രക്തസാക്ഷിത്വം സാധ്യമാകും. അതുകൊണ്ട് നാം മുന്നോട്ട് പോവുക. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? രണ്ടാമത്തെ കാര്യം ലോകത്തെ ഏറ്റവും വലിയ ഒരു ശക്തിയായിട്ടുള്ള ഈ റോമൻ സൈന്യത്തെ പരാജയപ്പെടുത്തുന്നതിലൂടെ ഇസ്ലാമിന് കിട്ടുന്ന വിജയം, അതിന്റെ ഗുണഫലങ്ങളെയും കുറിച്ചാണ്. ഇതിൽ രണ്ടിലൊന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഒന്നില്ലെങ്കിൽ റോമക്കാരെ വിജയിച്ചടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ രക്തസാക്ഷിത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സഹോദരങ്ങളെ, ആ അടർക്കളത്തിന്റെ രംഗങ്ങളെ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തൊന്നും നമുക്ക് പ്രശ്നമാവില്ല. ഒരു രോഗത്തിന്റെ മുമ്പിൽ ഭയപ്പെട്ട് കിടക്കാൻ നമുക്കാവില്ല. യഥാർത്ഥത്തിൽ മരണവും മരണാനന്തരവും ഉൾക്കൊള്ളുന്നവന് ഒരു ചെറിയ കടത്തിന്റെ പ്രതിസന്ധിയിൽ അവന്റെ ജീവിതം തങ്ങി നിൽക്കൂല. മക്കളുടെയോ കുടുംബങ്ങളുടെയോ ഒരു പ്രയാസത്തിന്റെ മുമ്പിൽ അയാൾക്ക് ജീവിതത്തിൽ മടുപ്പ് തോന്നൂല. ലക്ഷക്കണക്കിന് സൈന്യത്തിന്റെ മുമ്പിൽ കാലുവറക്കാത്ത മുട്ടുവറക്കാത്ത പരലോക വിശ്വാസിക്ക് എങ്ങനെയാണ് സഹോദരങ്ങളെ ജീവിതത്തിലെ ചെറിയ പ്രയാസങ്ങളായി മാറുക? യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ സൈന്യനായകൻ, പ്രവാചകൻ നിശ്ചയിച്ച ഒന്നാമത്തെ സൈന്യനായകൻ ആ നിമിഷം യുദ്ധം ആരംഭിച്ച ഉടനെ തന്നെ കൊല്ലപ്പെടുകയാണ്. അത് കഴിഞ്ഞ് സഹോദരങ്ങളെ രണ്ടാമത്തത് അബ്ദുല്ലാഹിബ്നു റവാഹയാണ്. അദ്ദേഹത്തിന്റെ വലതുകൈ മുറിഞ്ഞു, പതാക വഹിച്ചിരുന്ന കൈ മുറിഞ്ഞു. ആ മുറിഞ്ഞ കൈയിന്റെ വേദനയെ കുറിച്ച് അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. അറ്റുവീണ കയ്യിൽ നിന്നും പതാക എടുത്തു വാങ്ങി തന്റെ മറ്റേ കയ്യിൽ പിടിച്ചു. ആ കയ്യിനും ശത്രുവിൽ നിന്ന് വെട്ടേറ്റപ്പോൾ അദ്ദേഹം പതറിയില്ല. നോക്കൂ നിങ്ങൾ, ആ ശക്തിയാണ് നമ്മൾ വായിക്കുന്നത്. ഞാനൊരു യുദ്ധത്തിന്റെ ആവേശം പകരാൻ വേണ്ടി പറയില്ല സഹോദരങ്ങളെ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ മഹത്തായ പരലോകത്തെക്കുറിച്ചുള്ള ഉറച്ച വിശ്വാസം മനസ്സിലേക്ക് കടന്നാൽ നമ്മൾ പുതിയൊരു മനുഷ്യനാവും, ഒരു പുതിയ മനുഷ്യനാവും. ഇന്നേ വരെ നമ്മളത് വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ കഴിയാത്ത പ്രതിഫലനങ്ങളെ സൃഷ്ടിക്കുവാൻ അതിന് കഴിയും. 2 കൈയും മറ്റ പതാകയെ വീണ്ടും എടുത്തുകൊണ്ട് മുറിഞ്ഞ 2 കൈകളെ കൊണ്ടും മാറത്ത് ചേർത്ത് പിടിക്കുകയാണ് ആ മഹാനായ സ്വഹാബി. സഹോദരങ്ങളെ, വെട്ടേറ്റുകൊണ്ട് തലയേറ്റുകൊണ്ട് വീഴുമ്പോഴും ആ നെഞ്ചത്ത് ആ പതാകയുണ്ടായിരുന്നു. നോക്കൂ നിങ്ങൾ, അങ്ങനെ ഒരാൾ മരിക്കുന്നത് കാണുമ്പോൾ ആ നേതൃസ്ഥാനം, ആ സൈനിക സ്ഥാനം ഏറ്റെടുക്കാൻ പിന്നെ ഒരാൾ തയ്യാറാവൂ. വീണ്ടും അടുത്ത ആൾ തയ്യാറായി. അത് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹവും മുൻ സൈനിക തലവനെ പോലെ തന്നെ മരണപ്പെടുകയാണ്. സഹോദരങ്ങളെ, അവിടെ അവസാനിക്കുന്നില്ല. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അവസാനമായി പതാകയേന്തി ആ യുദ്ധത്തിൽ റോമക്കാരെ പരാജയപ്പെടുത്തുകയാണ്. ഈ രംഗം പ്രവാചകൻ സ്വഹാബികൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് 2 ലക്ഷത്തിന്റെ മുമ്പിൽ 3000 ആളുകൾക്ക് കരുത്തു നൽകിയത് യഥാർത്ഥത്തിൽ ഈ പരലോക വിശ്വാസമായിരുന്നു എന്നാണ്. ഉഹുദ് രണാങ്കണത്തിൽ രണാങ്കണത്തിലേക്ക് ഇനി ചെല്ലുന്നവർക്ക് മരണമുണ്ടാകുമെന്ന് ഉറപ്പുള്ള ഘട്ടത്തിലും അതിലേക്ക് നടന്നു നീങ്ങുന്ന സഹാബികളുടെ ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പരലോക വിശ്വാസം എത്ര നമ്മുടെ ഹൃദയത്തിൽ ശക്തിപ്പെടുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം വിശുദ്ധമാവുക മാത്രമല്ല, സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് പറയാതിരിക്കാൻ പറ്റൂല. കാരണം മഹാപാപങ്ങൾ പോലും നമസ്കരിക്കുകയും നോമ്പ് നിൽക്കുകയും ദീനനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകളിൽ എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന വൈരുദ്ധ്യം നമ്മൾ എടുത്തു പരിശോധിക്കേണ്ട കാര്യമാണ്. ഇന്നലെ എന്നോടൊരു സുഹൃത്ത് ചോദിച്ച ചോദ്യം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നനഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. പരലോകത്തിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞത്, വാപ്പ ലോൺ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ വാപ്പനോട് പറഞ്ഞു, നിങ്ങൾ എടുക്കാൻ പാടില്ല. എന്ത് പ്രയാസം വന്നാലും അതിനുള്ള എന്തെങ്കിലും വക കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് ചെറുപ്പക്കാരനായ മകൻ പറഞ്ഞു. പക്ഷെ വാപ്പ, നീയല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞ് ലോൺ എടുത്തു. ഇന്ന് വാപ്പ രോഗിയാണ്, ഓർമ്മശക്തി പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. 30,000 രൂപ ലോൺ എടുത്തതിന്റെ പേരിൽ ജപ്തി ഓർഡർ വന്നിരിക്കുന്നു. ജപ്തി ചെയ്യാൻ വസ്തുക്കളില്ലെങ്കിൽ പിന്നീട് ജയിലാണ്. വയസ്സായി രോഗിയായി കിടക്കുന്ന വാപ്പയല്ലല്ലോ പോകേണ്ടത്. ജാമ്യക്കാരനായി കൊടുത്ത സ്വന്തം പെങ്ങളാണ്, സഹോദരിയെയാണ് അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്.
ഒരു വിവാഹത്തിന് വേണ്ടി, ജീവിത പ്രശ്നത്തിന് വേണ്ടി എടുത്തതാണ്. നാം ആലോചിച്ച് നോക്കുക. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ അവസാന നിമിഷം വാപ്പയുടെ കടം, ആ പലിശ എന്റെ അനുവദനീയമായ സ്വത്തിൽ നിന്ന് കൊടുക്കല്ലാതെ എനിക്ക് നിവൃത്തിയില്ല, ഞാൻ പരലോകത്ത് കുറ്റക്കാരനാകുമോ എന്നാണ്. സഹോദരങ്ങളെ, ഇതും ചിന്തിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവരും ഒരു പൊതുവായ നിലയ്ക്ക് കുറച്ച് നന്മകളും കുറച്ച് തിന്മകളുമായി പോകുന്ന ആളുകളല്ല. ജീവിതത്തിൽ ചെറുതായ ഒരു തെറ്റുപോലും സംഭവിക്കുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി ഭയപ്പെടുന്നവരാണ് പല ആളുകളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നീതിയുടെ തുലാസുകൾ യഥാർത്ഥ രൂപത്തിൽ സ്ഥാപിക്കപ്പെടും ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ. ഒരാളോടും ഒരൽപ്പം അനീതി പോലും വന്ന് ചെയ്യപ്പെടുകയില്ല. ഒരു കടുകുമണിയുടെ ഏറ്റവും ചെറിയൊരംശമുള്ള പാപമായാലും പുണ്യമായാലും അതുപോലും കൃത്യമായി അളക്കാൻ പറ്റുന്ന തുലാസുകളാണ് അന്നവിടെ സ്ഥാപിക്കപ്പെടുന്നത്. ഉയർത്തെഴുന്നേൽപ്പു നാളിൽ നീതിയുടെ തുലാസുകൾ സ്ഥാപിക്കപ്പെടും. ചെയ്യാത്ത ഒരു കുറ്റത്തിനും ഒരാളും ശിക്ഷിക്കപ്പെടുകയില്ല. പ്രവർത്തിക്കാത്ത ഒരു നന്മയ്ക്കും ഒരാൾക്കും പ്രതിഫലം നൽകപ്പെടുകയില്ല. ഒരു കടുകുമണിയുടെ ചെറിയൊരംശം തെറ്റാണെങ്കിൽ പോലും അതിനെ നാം കൊണ്ടുവരും. അതിന്റെ കൃത്യമായ ശിക്ഷ ഞാൻ അവനെ അനുഭവിപ്പിക്കും. ഏതു ചെറിയ തിന്മക്കും ശിക്ഷ കൊടുത്ത് അതോരോന്നും കണ്ടുപിടിച്ച് വിചാരണക്കെടുക്കാൻ കഴിവുള്ളവനാകുന്നു ഞാൻ. അള്ളാഹുവോട് വേണം. മൊത്തത്തിലല്ല സഹോദരങ്ങളെ, തിന്മ ചെയ്ത് കൂട്ടുന്നവൻ അവകാശപ്പെടുന്നു കുറെ നന്മ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ്. ഒക്കെ അതും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ. ഒരു തിന്മ ഒരുത്തൻ ചെയ്തു, കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന. ഏതൊരു തിന്മ ആര് പ്രവർത്തിച്ചാലും ആ തിന്മയുടെ പ്രായശ്ചിത്തം, അതിന്റെ പണയം അവനെ ഏറ്റെടുക്കേണ്ടി വരും. വമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ. അണുമണി തൂക്കം ഓട്ടവെയിലിൽ കാണുന്ന ചെറിയ അണുവളവ് പോലും, അല്ലെങ്കിൽ നിസ്സാരമായ ഒരു പ്രാണിയുടെ ദേഹത്ത് കാണുന്ന അതിന്റെ ചെറിയ ഒരു കാലിന്റെ അത്ര വലുപ്പമുള്ള ഒരു പാപമായിരുന്നാലും, അല്ലെങ്കിൽ പാറിപ്പറക്കുന്ന ധൂളികളിലും പൊടികളിലും കാണുന്ന പൊടിപടലത്തെ പോലെ നിസ്സാരമായ ഒരു കണികയായിരുന്നാലും, അങ്ങനത്തെ ഒരു നന്മയുണ്ടെങ്കിൽ അതിന്റെ ഫലം അവൻ അനുഭവിക്കും. വമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. അണുമണി തൂക്കം ഒരു തിന്മ അവൻ ചെയ്തിട്ടുണ്ടോ അതിന്റെ ഫലവും അവൻ കാണുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, സൂക്ഷ്മമായും കൃത്യമായും ആ പരലോകത്തെ കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് അവിശ്വസിക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ ഇഷ്ടം പോലെ തെളിവുകൾ ആ വിഷയത്തിൽ പറയുന്നുണ്ട്. പലാവർത്തി നിങ്ങൾ കേട്ടുപോയ കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ പരലോകം സത്യമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ ഇഷ്ടം പോലെ തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരണം സഹോദരങ്ങളെ ചെറിയൊരു മാറ്റമെന്നല്ലാതെ വേറൊന്നും ഉണ്ടാവൂല. ഇവിടെ നിന്ന് 10-35 കൊല്ലം നമ്മുടെ കൂടെ ജീവിച്ച ഒരാൾ ഗൾഫിലേക്ക് വിസ എടുത്തു പോയാൽ അയാൾ ഇല്ലാതായി നമ്മൾ പറയുന്നു. അയാൾ തിരിച്ചു വരും. അയാൾ തൽക്കാലം ഒരു ജോലി ആവശ്യാർത്ഥം നാട് വിട്ടു എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. അത്ര തന്നെ യഥാർത്ഥത്തിൽ ഒരു മരിച്ച ആളെ കുറിച്ച് നമ്മൾ കാണുള്ളൂ. മരണം മനുഷ്യനെ ഇല്ലാതാക്കുന്നില്ല. അവന്റെ ജീവിതത്തിൽ വരുന്ന ചെറിയൊരു അവസ്ഥാഭേദം മാത്രം. അവൻ തീർച്ചയായും മരിക്കുന്ന നിമിഷം ഈ ദുനിയാവിൽ നിന്ന് എപ്പോൾ അവൻ അപ്രത്യക്ഷനാകുന്നുവോ ആ നിമിഷം പുതിയൊരു ലോകത്ത് അവൻ ജനിക്കുന്നു. അതുകൊണ്ടാണ് ഖിയാമത്ത് സൂറ എന്ന് പറഞ്ഞത്. ഉയർത്തെഴുന്നേൽപ്പ് ആ നിമിഷം നടക്കും. മനുഷ്യൻ എപ്പോൾ മരിക്കുന്നുവോ ആ മരിക്കുന്ന ആദ്യ നിമിഷം അവന്റെ ആദ്യത്തെ പുനരുദ്ധാനം, ആദ്യത്തെ ഖിയാമത്ത് അപ്പോൾ നടക്കും. മരിച്ച വീട്ടിലേക്ക് ആളുകൾ പ്രവഹിക്കുമ്പോൾ, ആളുകൾ ഒഴുകുമ്പോൾ നമ്മൾ ഓർക്കുക സഹോദരങ്ങളെ, ആളുകൾ വരുമ്പോൾ അയാൾ മരിച്ച് ഇനി യുഗാന്തരങ്ങൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നതെന്ന് ആലോചിക്കരുത്. അയാൾ മരിക്കുവാൻ വേണ്ടി തന്റെ കണ്ണുകൾ അവസാനമായി തുറക്കുമ്പോൾ, അവസാനമായി മിഴിക്കുന്ന നിമിഷം അദ്ദേഹത്തിന് പുതിയൊരു ജന്മം സംഭവിച്ചു എന്നാണ്. ആ ജന്മം എവിടെയാണ്? ആ ജന്മം എവിടെയാണ്? അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ.
അതിന് പിന്നിൽ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ മറ്റൊരു ജീവിതമുണ്ട് എന്നാണ്, ബർസഖായ ജീവിതം. അപ്പോൾ ഇഹലോകത്തൊരു ജീവിതമുണ്ടെങ്കിൽ, മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു ജീവിതമുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ അനുഭവകരമായ മറ്റൊരു ജീവിതം മനുഷ്യൻ അനുഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്. അത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമാണ്. അത് ഉറപ്പായി ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഈ ജീവിതം മറ്റൊരു ജീവിതത്തിലേക്ക് പരിവർത്തിക്കുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പരലോകത്ത് ഉൾക്കൊള്ളാൻ മനുഷ്യന് ഒരു പ്രയാസം ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. ഒരു ഉറക്ക് എന്ത് പരിവർത്തനം ഉണ്ടാക്കുന്നുവോ അതേ പരിവർത്തനം മാത്രമേ യഥാർത്ഥത്തിൽ മരണം നമ്മളിൽ വരുത്തുന്നുള്ളൂ എന്നതിന് എത്രയോ നബിവചനങ്ങളും അതേപോലെ തന്നെ ഖുർആന്റെ സൂക്തങ്ങളും സാക്ഷിയാണ് സഹോദരങ്ങൾ. ഒരു കാര്യം നമുക്ക് വിശ്വസിച്ചൂടെ, ഉറപ്പായി വിശ്വസിച്ചൂടെ. നോക്ക് നിങ്ങൾ, ശരിക്കും മരത്തിലും അതേപോലെ തന്നെ മൃഗത്തിന്റെ തോലുകളിലൊക്കെ എഴുതി വെച്ചിരുന്ന വിശുദ്ധ ഖുർആൻ അന്ന് അവിടുത്തെ മേൽക്കൂരയില്ലാത്ത പള്ളികളിൽ മഹാനായ റസൂൽ കരീം ഇമാമത്ത് ഓതിയപ്പോൾ മഴ പെയ്താൽ മഴ കൊള്ളുന്ന, മഞ്ഞു പെയ്താൽ മഞ്ഞു കൊള്ളുന്ന, വെയിലുണ്ടായാൽ വെയിലേൽക്കുന്ന ആ പള്ളികളിൽ, മേൽക്കൂരയില്ലാത്ത പള്ളികളിൽ മഴ പെയ്ത് സുജൂദ് ചെയ്യുമ്പോൾ നെറ്റിത്തടങ്ങളിൽ മണ്ണ് പറ്റുന്ന, മണല് പറ്റുന്ന ആ പള്ളികളിൽ ഓതിയ അതേ സുന്ദര വചനങ്ങൾ തന്നെയാണ്, ഒരു മാറ്റമില്ലാതെ ഇന്നും നാളെയും രാവിലെയും ഒക്കെ നമ്മുടെ പള്ളികളിൽ നിന്ന് ഖുർആൻ സൂക്തം. അതിനൊരു മാറ്റമല്ല. 1400 കൊല്ലങ്ങൾ അതിജീവിച്ചു വന്ന ഈ ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങളാണ് സഹോദരങ്ങളെ. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന്റെ വചനാണ്. ആ വിശുദ്ധ ഖുർആൻ ഇതുവരെ പറഞ്ഞതെല്ലാം സത്യമാവുകയും ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഭാവിയിൽ സത്യമാകുമെങ്കിൽ അള്ളാഹു ആയിരക്കണക്കിന് വചനങ്ങളിലൂടെ പറയുന്ന സ്വർഗവും നരകവും പരലോകവും യാഥാർത്ഥ്യമാവും തന്നെ ചെയ്യും. സഅമല്ലദീന കഫറൂ അല്ലൻ യുബ്അസൂ ഖുൽ ബലാ വറബ്ബീ ലതുബ്അസുന്ന തുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും ദാലിക അലല്ലാഹി യസീർ. സഅമല്ലദീന കഫറൂ അല്ലൻ യുബ്അസൂ, സത്യനിഷേധികളായ ആളുകൾ പറയുന്നു ഉയർത്തെഴുന്നേൽപ്പുകൾ സംഭവിക്കുകയില്ലെന്ന്, ഒരിക്കലും രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ലെന്ന്. ഖുൽ, നബിയേ പറയുക, ബലാ വറബ്ബീ, ഇല്ലാതെ എന്റെ റബ്ബാ സത്യം, മരിച്ച ആളുകൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. ലതുബ്അതുന്ന, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും, നിങ്ങൾ പ്രവർത്തിച്ച ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ചൊല്ലി പറഞ്ഞു തരും. ദാലിക അലല്ലാഹി യസീർ, അത് അള്ളാഹുവിന് ഏറ്റവും എളുപ്പമുള്ള കാര്യമാകുന്നു. ഒരു പ്രയാസമില്ലാതെ സംഭവിക്കുന്ന. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ലോക ആരംഭം മുതൽ ഇത്രയും കാലങ്ങളായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാർ അത് വിശ്വസിക്കുകയും വാങ്ങ് കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് പോവുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുകയും തങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്തത് ആ പരലോകം ഉണ്ടാവും വിചാരിച്ചിട്ടാണ്. അവരോടൊക്കെ അള്ളാഹു ചെയ്ത വാഗ്ദത്തം അള്ളാഹു ഒരിക്കലും ലംഘിക്കില്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അള്ളാഹു ഒരിക്കലും ആ കരാറുകളെ, ആ വാഗ്ദത്തങ്ങളെ ലംഘിക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യസന്ധമായി നമ്മുടെ ജീവിതത്തിൽ സർവ്വകാര്യങ്ങളെയും വിചാരണക്കെടുക്കുന്ന ഒരു ദിവസം യാഥാർത്ഥ്യമായി ഏറ്റവും വലിയൊരു സംഭവമായി വന്നു ചേരുക തന്നെ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരണത്തെക്കുറിച്ച് പോലും നമുക്ക് നിർഭയമാകും. ജീവിതത്തിൽ ഒന്നും ഭയപ്പെടാണ്ടാവില്ല. അതിലപ്പുറം ഏറ്റവും പ്രധാനമായത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കാൻ നമുക്ക് പറ്റും. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ്, എത്ര നമ്മൾ പറഞ്ഞാലും എത്ര വിശുദ്ധി അവകാശപ്പെട്ടാലും പാപങ്ങൾ നിറഞ്ഞു കിടക്കുന്നതാണ് മനുഷ്യന്റെ ജീവിതം. ചെറുതും വലുതുമായ ഒട്ടേറെ തെറ്റുകളെ നിറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ദൗത്യം. മാരകമായ ഒരു വിഷം, ഒരു സർപ്പത്തിൽ നിന്നും ഒരു വിഷമേറ്റാൽ പോലും ആ വിഷത്തിന്റെ ദുരന്തങ്ങളെ നമുക്ക് മനസ്സിൽ കണക്കൂട്ടാൻ പറ്റും. എത്രയുള്ളത്? മരിച്ചാൽ തീരും. ആ വിഷം കേറി നമ്മുടെ ശ്വാസം നിലച്ച് ശരീരാവയവങ്ങളിലെ ഏറ്റവും മർമ്മപ്രധാനമായ അവയവങ്ങൾക്ക് തകരാറ് പറ്റി വിഷം ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗങ്ങളിൽ എത്തിയാൽ മരിക്കുന്നുള്ളൂ. മരണത്തോടുകൂടി അതിന്റെ ദുരന്തം തീരും. മരിച്ചാൽ പിന്നെ ഒരിക്കലും ആ വിഷത്തിന്റെ കെടുതി നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല. തെറ്റുകൾ അങ്ങനെയല്ല സഹോദരങ്ങൾ. നാം ചെയ്തു പോയ തെറ്റുകൾ മരണത്തോടുകൂടെ ഒരിക്കലും നമ്മളൊന്ന് വേറിട്ടു പോകില്ല.
ആ തെറ്റ് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാൻ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് തോന്നൂല എന്നുള്ളതാണ്. തെറ്റിന്റെ ദുരന്തങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു തെറ്റിന് ഒരല്പസമയം മാത്രത്തെ സുഖമേ ഉള്ളൂ. ഒരു മദ്യപിക്കുന്നവന് 10 ലക്ഷം രൂപക്ക് ഒരു നേരം മദ്യപിച്ചാലും ആ ലഹരിക്ക് നിലനിൽക്കാൻ ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് രോഗവും ബുദ്ധിമുട്ടുമാണ് അവന് വരാൻ പോകുന്നത്. ഒരു നുണ പറഞ്ഞാൽ നേടാവുന്ന നേട്ടങ്ങൾക്ക് പരിമിതമായ സമയത്തിനെ ആയുസ്സുള്ളൂ. ഒരു വ്യഭിചാരത്തിനോ ഒരു ചീത്തയായ നോട്ടത്തിനോ കുറഞ്ഞ നൈമിഷികമായ ചെറിയൊരു അനുഭവത്തെ നൽകാനാകും. എന്നാൽ ആ അനുഭവങ്ങൾക്കപ്പുറം തീർത്താൽ തീരാത്ത മാനസിക വിഷമങ്ങളും ദുരന്തങ്ങളുമാണ് മനുഷ്യനെ കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും ഒന്നാമത്തെ കാര്യം മനസ്സിലുണ്ടാകുന്ന വിഷമാണ്. ഒരു തെറ്റാണ് ചെയ്തു നോക്കൂ നിങ്ങൾ. ഒന്നാരെയെങ്കിലും ഒന്ന് നന്നായി ചീത്ത പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അവിഹിതമായി ഒരാൾ തന്റെ പറമ്പിൽ നിന്ന് അയാൾ നിസ്സാരമാക്കി കളഞ്ഞ ഒരു തേങ്ങയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷ്യവസ്തുവോ എടുത്തുകൊണ്ട് വന്നാൽ അത് മനസ്സിന് അതിന്റെ ഉപയോഗം ഒരു നേരത്തെ കറി വെക്കാനോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനോ ഉപയോഗിച്ചത് തീർന്നു. എന്നാൽ സഹോദരങ്ങളെ, ആ തെറ്റ് ചെയ്തതിന്റെ മനോവിഷമം എത്ര കാലം മനസ്സിന്ന് നീക്കിക്കളയാൻ ശ്രമിച്ചാലും അത് മനസ്സിന്ന് പോവില്ല. ഇങ്ങനെ നാം ഇതുവരെ ചെയ്ത ഓരോ തെറ്റും നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭാരമായി, ഒരു കുറ്റബോധമായി നിലനിൽക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പ് നാളിനെ കൊള്ളെ ഞാൻ സത്യം ചെയ്തു പറയുന്നു. അല്ലാഹ് പറയാണ്, വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, ആക്ഷേപിക്കുന്ന മനസ്സിനെ തൊട്ടുന്നതാണ്. ഒരു തെറ്റു ചെയ്താൽ മനസ്സ് അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. തെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ നിർവചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മാഹാക ഫീ സുദ്രിക്കാന്നാണ്. ചെയ്തു കഴിഞ്ഞാൽ നിന്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നതിനെയാണ് തെറ്റ് എന്ന് പറയുന്നതാണ്. ഈ തെറ്റ് മനുഷ്യനെ ജീവിതത്തിൽ മുഴുവൻ അസ്വസ്ഥനാക്കും, മരിച്ചാൽ അസ്വസ്ഥനാക്കും. ഖബറിൽ അവന് ഉയർത്തെഴുന്നേൽപ്പ് നാളുവരെ പ്രയാസങ്ങളും ദുരന്തങ്ങളും സൃഷ്ടിച്ചു കൊണ്ടിരിക്കും. പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് വരുമ്പോൾ ഇരുട്ടായി, വേദനയായി, ശിക്ഷയായി അവന്റെ കൂടെ ഉണ്ടാവും. പിന്നെ നരകത്തിൽ അതിന്റെ ഏറ്റവും ഭയാനകരമായ ശിക്ഷ പിന്നീട് അനുഭവിക്കും വേണ്ടി ചെയ്തു. നോക്കൂ നിങ്ങൾ, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു തെറ്റ് മനുഷ്യനിലുണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ്. ഒന്ന്, നമുക്ക് മനസ്സിലുണ്ടാക്കുന്ന അതിന്റെ വിഷമം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, തെറ്റിന്റെ ഏറ്റവും ഗുരുതരമായ കാര്യം, ഈ തെറ്റിൽ ഒന്നും നിങ്ങൾ ഒഴിവാക്കേണ്ടതില്ല. ചെറിയൊരു കളവോ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന ഒരു പരദൂഷണമോ അല്ലെങ്കിൽ ഒരാളോട് നാം ചെയ്ത ഒരു ആത്മവഞ്ചനയോ ഏതു കാര്യവും നമുക്ക് ഈ തെറ്റിന്റെ ഗണത്തിൽ പെടുത്താൻ പറ്റും. അള്ളാഹുവും റസൂലും വിരോധിച്ച ഏതൊരു പാപവും അതിന്റെ ദുരവസ്ഥ നമ്മളിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ആ തെറ്റ് നമ്മുടെ മനസ്സിന്റെ സമാധാനം കെടുത്തും എന്ന് ഖുർആൻ പറയുന്നു. കല്ലാബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ലാബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഒരു നല്ല ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന പോലെ അവിടെ ഹൃദയങ്ങൾ ഓരോ പാപങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ പാപങ്ങൾ അവിടെ ഹൃദയത്തിൽ കറ വീഴ്ത്തിക്കൊണ്ടിരിക്കും. കല്ലാബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനം. ഇപ്പൊ നമ്മുടെ മനസ്സിന്റെ സന്തോഷവും പ്രകാശവും ഓരോ നിമിഷവും തെറ്റുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ഇരുളടഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നാം പ്രവർത്തിക്കുന്ന ഏതൊരു തെറ്റും, ഈ പറഞ്ഞ കൂട്ടത്തിലെ ഏതൊരു തെറ്റും നമുക്കുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹോദരങ്ങളെ അപമാനം. അപമാനം ഉണ്ടാക്കുന്ന ചെറിയ കുട്ടികളെ ചൂഷണം ചെയ്ത ആളുകൾ ഉണ്ടാകും. ചെറുപ്പത്തിൽ വൃത്തികെട്ട ജീവിതം നയിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന സ്വഭാവം നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലം തൊട്ട് നാട്ടിൽ വ്യാപകമാണ്. അത്തരം ആളുകൾ ഭാവിയിൽ അനുഭവിക്കുന്ന മാനസിക പ്രയാസവും അപമാനഭാരവും വിശദീകരിക്കാൻ കഴിയാത്തതാണ്. ഒരു തെറ്റ് മനുഷ്യനുണ്ടാക്കുന്ന ഏറ്റവും വലിയ വിഷമം തന്റെ മാനം, അഭിമാനം നഷ്ടപ്പെടുത്തുന്നതാണ്. ഒരു മദ്യപാനി അനുഭവിക്കുന്ന പ്രയാസം സാമ്പത്തികത്തിൻ്റെതല്ല. മദ്യപിക്കുമെന്ന അദ്ദേഹത്തെ കുറിച്ച് ഒരാൾ അറിയുമ്പോൾ അയാളെക്കുറിച്ചുള്ള സർവ്വ ആദരവും ആ നിമിഷം അവിടെ തീരും. നാട്ടിൽ ഒരാൾക്കറിയാലോ, അവൻ മദ്യപിക്കുന്നവനാണ്, ഇടക്കിടക്ക് മദ്യപിക്കുന്നവനാണെന്ന് അറിയുന്നതോടുകൂടെ അവന്റെ ജീവിതം അവസാനിച്ചു എന്നാണ്.
എന്തുകൊണ്ട്? ഒരുപക്ഷെ ആദ്യത്തെ മദ്യപാനം ഒരാൾ നടത്തിയിരിക്കാം, മനസ്സിനൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ വന്നതായിരിക്കും. വല്ലാത്തൊരു മാനസിക ടെൻഷൻ വന്നപ്പോൾ സുഹൃത്ത് മെല്ലെ വിളിച്ച് പറഞ്ഞു, വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പരിപാടിന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് ഒരു സൗഹൃദത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി കൂട്ടിക്കൊണ്ടുപോയതായിരിക്കണം ഒരു പ്രാവശ്യത്തെ മദ്യപാനം. പക്ഷെ ആ മദ്യപാനം നാട്ടിലറിഞ്ഞതോടുകൂടെ, വീട്ടിലറിഞ്ഞതുകൂടെ താൻ അപമാനിതനായി, കൂടുതൽ മാനസിക ഭാരമുണ്ടായി. പിന്നീട് എത്ര കണ്ട് കുടിക്കുന്നുവോ അതാണ് സമാധാനമായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. والتين والزيتون والطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل السافلين. പാപങ്ങളും കുറ്റങ്ങളും മനുഷ്യനുണ്ടാക്കുന്ന അപമാനത്തെക്കുറിച്ച്, മനുഷ്യനിൽ വരുത്തി തീർക്കുന്ന അവഹേളനങ്ങളെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. വത്തേനി വസ്സൈത്തൂൻ, അത്തിപ്പഴം തന്നെയാണ് സത്യം, ഒലീവ് തന്നെയാണ് സത്യം. ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, ഉത്കൃഷ്ടമായ ഔഷധ ഗുണങ്ങളുള്ള ഏറ്റവും ഭക്ഷ്യയോഗ്യമായ രണ്ട് ഭക്ഷ്യപദാർത്ഥങ്ങളെ സാക്ഷി നിർത്തി, ശ്രേഷ്ഠവും ഉത്തമവും ഉന്നതവുമായ ഭക്ഷണങ്ങളെ സാക്ഷി നിർത്തി അള്ളാഹു പറയുന്നു, വത്തേനി വസ്സൈത്തൂൻ വത്തൂരി സീനീൻ. അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ച ഭൂമിയിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള അള്ളാഹുവിന്റെ സംസാരം നേരിട്ട് ഭൂമിയിൽ കേൾക്കാൻ ഭാഗ്യം ലഭിച്ച മൂസാ നബി അലൈഹിസ്സലാം നിന്ന തൂരിസീന പർവ്വതത്തെ സാക്ഷി നിർത്തി, ഉത്കൃഷ്ടമായ പർവ്വതത്തെയും ഉത്കൃഷ്ടമായ ഭക്ഷ്യപദാർത്ഥത്തെയും സാക്ഷി നിർത്തി അള്ളാഹു എന്താണ് പറയുന്നത്? വഹാദൽ ബലദിൽ അമീൻ, ഏറ്റവും ശ്രേഷ്ഠമായ ലോകത്തെ ഒന്നാമത്തെ ഭവനമായ കഅബാലയം ഉൾക്കൊള്ളുന്ന, ലോകത്തുള്ള സർവ്വവിശ്വാസികളും യുഗാന്തരങ്ങളായി തീർത്ഥാടനത്തിന് ഹജ്ജിന് വേണ്ടി പോകുന്ന പരിശുദ്ധിയുള്ള ഹറമിനെ, മക്കയെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നു, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ശ്രേഷ്ഠമായ പർവ്വതം തന്നെയാണ് സത്യം, ശ്രേഷ്ഠമായ മക്ക തന്നെയാണ് സത്യം, ഉദാത്തമായ രണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെയാണ് സത്യം. എല്ലാറ്റിനേക്കാളും ഉത്കൃഷ്ടമായി നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഏറ്റവും അധികം ആദരവ് ലഭിക്കുന്ന, ഏറ്റവും വലിയ ബഹുമാനം ലഭിക്കുന്ന, മറ്റൊരു വസ്തുവിനും കൊടുക്കാത്ത, മറ്റൊരു ജീവിക്കും കിട്ടാത്ത ഉത്കൃഷ്ടതയും ആദരവും തൻ്റെ മക്കൾക്കിടയിൽ, തൻ്റെ ഭാര്യയ്ക്ക് മുന്നിൽ, തൻ്റെ മാതാപിതാക്കൾക്ക് മുമ്പിൽ, തൻ്റെ നാട്ടുകാർക്ക് മുമ്പിൽ ഏറ്റവും വലിയ ആദരവ് ലഭിക്കുന്ന ഉത്കൃഷ്ടമായ ലോകത്തിലെ സർവചരാചരങ്ങളിലും സർവജീവികളിലും ഉന്നതമായ സൃഷ്ടിപ്പാണ് മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടുള്ളത്. അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു, സുമ്മറദദ്നാഹു അസ്ഫല സാഫിലീൻ. പിന്നീട് നാം ആ മനുഷ്യനെ അധമരിൽ അധമനാക്കിയിരിക്കുന്നു. എത്രമാത്രം ഉത്കൃഷ്ടത മനുഷ്യന് കൽപ്പിച്ചുവോ അതിനേക്കാളും അധമനായി, അധപ്പതിച്ചവനായി ഞാൻ മനുഷ്യനെ മാറ്റിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതെങ്ങനെയാണ് മാറുന്നത്? ഉത്കൃഷ്ടനായ മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ അതോടുകൂടെ അവൻ ഏറ്റവും വൃത്തികെട്ടവനാവുന്നതാണ്. അത്രേ ഉള്ളൂ. ആർക്കുണ്ടാവില്ല. മദ്യപിക്കുന്നവനാണ് ആർക്കാ ആദരവ് ഉണ്ടാകുക? മക്കൾക്കുണ്ടാവൂ, ഒരു കള്ളുടെ എന്നല്ലാതെ. ഭാര്യക്കുണ്ടാവുക സഹോദരങ്ങൾ, ആർക്കുണ്ടാവൂല. ഇവിടെ പലപ്പോഴും നല്ല ഡ്രസ്സും നല്ല രൂപവും നല്ല വാഹനവും എടുത്ത് സമൂഹത്തിൽ മാന്യത ചമയാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. എവിടെ നിന്നെങ്കിലും ലോൺ എടുത്തിട്ടോ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ടോ അങ്ങാടിയുടെ 2 റൗണ്ട് അടിച്ചാൽ നാട്ടിലെ ഉന്നതനാവുക സഹോദരങ്ങളെ. അയാൾ മദ്യപിക്കുന്നവനാണെന്ന് ആ പരിസരത്ത് നോക്കി നിൽക്കുന്ന അങ്ങാടിലെ ജനങ്ങൾക്കറിയാം. അവർക്ക് മുമ്പിൽ അയാൾക്ക് എന്ത് മതിപ്പാണത്? ഈ നാട്ടിലെ വട്ടിക്കച്ചവടക്കാരനാണ് അയാളെന്ന് പരിസരത്തുള്ളവർക്കറിയാം. എന്താദരവാണ് അയാൾക്ക് നേടാൻ പറ്റുക? പാപങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ ജീവിക്കുന്നവന് പണം കൊണ്ട് നേടാൻ പറ്റിയതല്ല സഹോദരങ്ങൾ ഉത്കൃഷ്ടത. നല്ല ഡ്രസ്സ് കൊണ്ട് പൊതിഞ്ഞാൽ കിട്ടുന്നതല്ല മാന്യത. അല്ലെങ്കിൽ നാട്ടിലോ ഗവൺമെന്റിലോ ഉദ്യോഗരംഗത്തോ കൈവരിക്കുന്ന ഒരു ഉദ്യോഗം കൊണ്ട് കിട്ടുന്നതല്ല, കാറിന്റെ വില സമ്മാനിക്കുന്നതല്ല മാന്യത എന്ന് പറഞ്ഞാൽ. ആ മാന്യത എങ്ങനെ ലഭിക്കും? ബാക്കി കേട്ടോളിയും. വത്തേനി വസ്സൈത്തൂൻ വത്തൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ.
ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം തുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ ഇല്ലല്ലദീന ആമനൂ. ശരിയായ വിശ്വാസം ആർക്കുണ്ടോ അവൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. വിശ്വാസമാണ് സഹോദരങ്ങളെ മാന്യം നൽകുക. അള്ളാഹു വിശ്വസിക്കുന്ന ഒരുത്തന് മാന്യനായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തന് മാന്യനായേ ജീവിക്കാൻ പറ്റൂ. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു. ആ ഉന്നതമായ മാതൃകയെ പിൻപറ്റുന്നവന് മാന്യനായിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. അവന്റെ മാന്യത ലോകത്ത് അവന്റെ മനുഷ്യത്വത്തെ ഉയർത്തുന്നതാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നവരും അവർക്ക് ദുനിയാവിൽ മാന്യത മാത്രല്ല, അള്ളാഹു പറയാണ് വലഹും അജ്റുൻ ഗൈറു മംനൂൻ, നിന്നു പോകാത്ത പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. ഒരിക്കലും നിലച്ചു പോകാത്ത പ്രതിഫലം അള്ളാഹു നൽകും. സഹോദരങ്ങളെ, എന്തുകൊണ്ട് വിശ്വാസരംഗത്ത് വന്ന തകരാറ് ഒന്ന് ശരിയാക്കി നോക്കി നിങ്ങൾ. നമ്മൾ ഏറ്റവും ഉത്കൃഷ്ടനും മാന്യനുമായ മനുഷ്യനാവുന്നതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇന്ന് ഒരു സ്കൂൾ അധ്യാപകനായിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം വൈകുന്നേരം 5 മണിക്ക് സ്കൂൾ വിട്ട് വന്നാൽ മദ്യപിച്ചിട്ടേ വീട്ടിലേക്ക് വരുള്ളൂ. ലോൺ എടുത്തും PF ലോൺ എടുത്തും കിട്ടുന്ന ശമ്പളം മുഴുവനും മദ്യപിച്ച് ഒരാളാണ്. മാന്യനായ കുടുംബത്തിലെ ഒരു മാന്യനായ പിതാവിന്റെയും മാതാവിന്റെയും മകനാണ്. ടൗണിൽ വന്നിറങ്ങിയാൽ ആദ്യത്തെ പരിപാടി മദ്യപിക്കലാണ്. ടൗണിലെ എല്ലാ മദ്യപാനികളുമായും അദ്ദേഹത്തിന് ബന്ധവും പരിചയമുണ്ട്. ഒരു ദിവസം വീട്ടിലേക്ക് രാത്രി ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്റെ കുട്ടികൾ ഒരു മൂലയ്ക്ക് മാറി നിന്നു. എന്ത്? ഒരു റോട്ടിൽ നടക്കുന്ന ഒരു ഭ്രാന്തൻ വീട്ടിലേക്ക് കയറി വന്നാൽ എന്താകുമോ അവസ്ഥ, ആ പ്രതീതിയാണ് കുടുംബനാഥം വീട്ടിക്ക് കയറി വന്നപ്പോൾ ഉള്ളത്. പലരും പറയും ഞാൻ അങ്ങനെയൊന്നും ആവൂല. ഏത് മദ്യപിക്കുന്നവന്റെയും മദ്യപാനത്തിന്റെ അവസാനത്തെ ഘട്ടം ഇതാണ് സഹോദരങ്ങൾ, അവസാനത്തെ ഘട്ടം ഇതാണ്. ഈ ദുരന്തത്തിലേക്ക് എത്തിച്ചേരാത്ത ആളുകളാണുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, കുടുംബനാഥനും കല്യാണം നടത്തുന്നവരും മദ്യം വാങ്ങിക്കൊട്ട് മദ്യം സൽക്കരിക്കുന്ന കല്യാണ സദസ്സുകൾ നമ്മുടെ നാടുകളിൽ വന്നു ചേരുന്നുവോ എന്ന് ഗൗരവത്തോട് ഓർത്തോളി. അതൊരു കല്യാണത്തിന്റെ ഭാഗമായി നാട്ടിൽ വന്നാൽ ഏതു മാന്യന്റെ വീട്ടിലും പിന്നീട് അത് വന്നു ചേരും. അതൊരു തെറ്റല്ലാതായി മാറും. മുദ്മിനുൽ ഖംർ, എപ്പോഴും മദ്യപിച്ചുകൊണ്ടിരിക്കുന്നവൻ, ലഹരി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കുല്ലു മുസ്കിരിൻ ഖംർ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും മദ്യമാണ്. വകുല്ലു ഖംറിൻ ഹറാം, എല്ലാ മദ്യവും നിഷിദ്ധമാണ്. സഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. ലഹരി വരുത്തുന്നതെല്ലാം ചില ആളുകളെ അടുത്തേക്ക് വരുമ്പോഴേക്കും രൂക്ഷമായ ഗന്ധം. എന്താണ് സഹോദരങ്ങളെ? എന്തെങ്കിലും പാൻ പരാഗോ പാക്കുകളോ ചമച്ചിട്ട് ആളുകൾക്ക് അടുത്തു വരാൻ പറ്റാത്ത ദുഷിച്ച വാസന. തൊട്ടടുത്ത് വസ്ത്രീകരിക്കാൻ പറ്റൂല. ഏതു മാന്യനായാലും മഹാനായാലും അത് മെല്ലെ അവന്റെ ഞരമ്പുകൾക്ക് ലഹരി നൽകുന്നുണ്ട്, അവന്റെ രക്തത്തെ ചൂട് പിടിപ്പിക്കുന്നുണ്ട്. അതിനെ ഖംർ എന്ന് വിളിക്കാം. അത്തരം ഖംർ നിഷിദ്ധമാണ്. ഹറാമു ചെയ്യുന്നവർക്ക് സഹോദരങ്ങളെ നരകമാണ് വാസസ്ഥലമെന്നാണ് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം പ്രത്യേകമായി നാം ശ്രദ്ധിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തിയ നബിയു ബിറജുലിൻ ഖദ് ശരിബ ഖംറൻ, അതിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ്. മദ്യപിച്ച ഒരു മനുഷ്യനെ നബിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ഖാലാ, നബി പറഞ്ഞു ഇദ്രിബൂ, നിങ്ങൾ അയാളെ അടിക്കുക എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് ഫമിന്നാ അല്ലാരിബു ബിയദി, ഞങ്ങൾ ഇന്ന് കുറെ ആളുകൾ കൈകൊണ്ട് അദ്ദേഹത്തെ അടിച്ചു. അതേപോലെ തന്നെ ചില ആളുകൾ പിന്നഅലിഹി, അവന്റെ ചെരുപ്പ് കൊണ്ട് അടിച്ചു. വല്ലാരിബു ബിത്തൗബിഹി, ചില ആളുകൾ വസ്ത്രം ഊരിക്കൊണ്ട് അതുകൊണ്ട് അവനെ അടിച്ചു. ഫലമ്മൻ സറഫ, അങ്ങനെ അടി തീർന്നപ്പോൾ ഖാല ബഅദുൽ ഖൗം, ചില ആളുകൾ പറഞ്ഞു അഖ്സാകല്ലാഹ്, അല്ലാഹു നിന്നെ അപമാനിക്കട്ടെ, നിന്യനാക്കട്ടെ എന്ന് ചില ആളുകൾ പറഞ്ഞു. അപ്പോൾ നബി ഇടപെട്ടുകൊണ്ട് പറഞ്ഞു ലാ തഖൂലു, അങ്ങനെ നിങ്ങൾ ശപിക്കരുത്, ശാപവാക്കുകൾ പറയരുത്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ പിശാചിനെ സഹായിക്കലാകുന്നതാണ്. സഹോദരങ്ങളെ, മദ്യപാനി വന്നപ്പോൾ ആ മദ്യപാനിയെ ആളുകൾക്കിടയിലിട്ട് പരസ്യമായി കൈകാര്യം ചെയ്യാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മദ്യപാനം എത്ര വലിയ കുറ്റമായും എത്ര വലിയ പാപമായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇന്ന് ഏറ്റവും മാരകമായ രണ്ടാമത്തെ പാപം, രണ്ടാമത്തെ രോഗം സഹോദരങ്ങളെ വ്യഭിചാരമാണ്. വ്യഭിചാരത്തിന്റെ ഏതെങ്കിലും രൂപം
ജീവിതത്തിൽ അനുഭവിക്കാത്ത ആളുകൾ വളരെ കുറച്ചു മാത്രമായിരിക്കും. വ്യഭിചാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് യഥാർത്ഥത്തിൽ വ്യഭിചാര സംബന്ധമായ ഏതൊരു ചിന്തകളെക്കുറിച്ചും ഖുർആൻ പറയുന്നത് രോഗമെന്നാണ്. രോഗമാണ്. ഒരു രോഗം മനുഷ്യനിൽ എന്തൊക്കെ പ്രയാസങ്ങൾ സൃഷ്ടിക്കോ അതൊക്കെ വ്യഭിചാരപരമായ പ്രവർത്തനങ്ങളും ചിന്തകളും നോട്ടങ്ങളും സ്പർശനങ്ങളും മനസ്സിനുണ്ടാകുന്നു. രോഗമെന്താണ്? രോഗം അസ്വസ്ഥതയുണ്ടാക്കും, അതേപോലെ തന്നെ നമുക്ക് മാനസികമായ ബേജാറുണ്ടാക്കും, വേദനയുണ്ടാക്കും, എല്ലാ പ്രയാസങ്ങളും ഉണ്ടാക്കും. അതുപോലെ രോഗമായിട്ടാണ് വ്യഭിചാരത്തെ കാണുന്നത്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. വിശുദ്ധ ഖുർആനാണ് പറയുന്നത് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരാകുന്നു. ഇല്ലാ അലാ അസ്വാജിഹിം, അവരുടെ ഭാര്യമാരിലൊഴികെ, ഔ മാ മലക്കത് അയ്മാനുഹും, അതേപോലെ തന്നെ വലങ്കൈ ഉടമപ്പെടുത്തപ്പെട്ട അടിമകളിലും. അള്ളാഹു അനുവദിച്ചവരെ അല്ലാതെ ആരെയും തങ്ങളുടെ ലൈംഗികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കൂല എന്നാണ്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവരാകുന്നു അതിരുവിട്ടവർ എന്നാണ്. ഒന്നും ആഗ്രഹിക്കാൻ പറ്റാന്നാണ്. കണ്ണുകളെ താഴ്ത്തണമെന്നുള്ള ഖുർആന്റെ കൽപ്പനയാണ്. ഖുർആൻ നമ്മളോട് കൽപ്പിച്ച സത്യവിശ്വാസികളോടും സത്യവിശ്വാസിനികളോടും കണ്ണുകളെ താഴ്ത്താൻ വേണ്ടി ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, ഒരു ദുഷിച്ച സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളത്. ഒരാള് കയ്യിൽ തൂക്കിപ്പിടിച്ചു കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക്കിന്റെ ഒരു കീസ കയ്യിൽ നോക്കിയാൽ പോലും ഇന്ന് വളരെ മാന്യനായ നല്ല വെളുത്ത ഡ്രസ്സെല്ലാം ധരിച്ചൊരു മാന്യനായ മനുഷ്യൻ, അദ്ദേഹം അറിഞ്ഞിട്ടാവൂല അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കീസയിൽ ഏറ്റവും വൃത്തികെട്ട രൂപത്തിലുള്ള ഒരു സ്ത്രീയുടെ ചിത്രമാണ്. ഞാൻ പറഞ്ഞ എവിടെ നോക്കിയാലും നമ്മുടെ കണ്ണുകളെ നിവർത്തിപ്പിടിക്കാൻ പറ്റാത്ത അവസ്ഥ. നമ്മുടെ സഹോദരിമാരുടെ വസ്ത്രധാരണമോ അതിനേക്കാളും പ്രയാസകരമായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. എന്ന് പറഞ്ഞാൽ 1000-ൽ ഒരാളെപ്പോലും ശരിയായ വസ്ത്രധാരണത്തോടുകൂടെ കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു മഹാനായ പണ്ഡിതനോട് ഒരാൾ സംശയം ചോദിക്കുകയുണ്ടായി. എന്താ സംശയം? കാസിയാത്തുൻ ആരിയാത്ത്, ധരിച്ചവരാണ് നഗ്നകളാണ് എന്ന് പറയുന്ന ഹദീസിന്റെ അർത്ഥം എന്താണെന്ന്. ധരിച്ചിട്ടുണ്ട് എന്നാലും നഗ്നകളാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധരിച്ചാൽ പിന്നെ നഗ്നയാവൂലല്ലോ. ആ പണ്ഡിതൻ അതിന് വിശദീകരിച്ചത് 3 വിശദീകരണമാണ്. സഹോദരങ്ങളെ, ഈ വിശദീകരണത്തിൽ ഉൾപ്പെടാത്ത ആളുകൾ ആരാ ഉണ്ടാവുക എന്നില്ല. അതായത് 3 തരത്തിൽ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളാണ്. ഒരു കൂട്ടം ആളുകൾ ആരാന്ന് വെച്ചാൽ ഒരു സ്ത്രീകൾ, അവർ വസ്ത്രം ധരിക്കുന്നു, നേരിയ വസ്ത്രമാണ്, സ്വന്തം ദേഹത്തിന്റെ തൊലിയുടെ നിറം പുറത്ത് കാണും. അതിലും വസ്ത്രത്തിനുള്ളിലൂടെ ദേഹത്തിന്റെ തൊലിയുടെ നിറമറിയുന്ന ആളുകൾ, അവർ ധരിച്ചവരാണ്, നഗ്നകളാണ്, നാളെ സ്വർഗത്തിന്റെ വാസന ലഭിക്കാത്തവരാണ്. എത്ര ആളുകളുടെ മനസ്സിലെ രോഗങ്ങളെയാണ് സഹോദരങ്ങളെ ഇത്രം വസ്ത്രം ധരിക്കുന്ന ആളുകൾ എന്താകുന്നതും പിന്നെ രോഗമുണ്ടാക്കുന്നത് നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും. രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞത് കൈ മറച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ മറച്ചിട്ടുണ്ട്, പക്ഷെ മുഴുവനായിട്ടില്ല. കഴുത്ത് മറച്ചിട്ടുണ്ടോ? മുഴുവനായിട്ടില്ല. തല മറച്ചിട്ടുണ്ടോ? മറച്ചിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും മുഴുവനായിട്ടില്ല എന്നാണ്. അങ്ങനെ വസ്ത്രം ധരിക്കുക അത് അപൂർണമായി ധരിക്കുക. മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് ആ പണ്ഡിതൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇടുങ്ങിക്കിടക്കുന്ന വസ്ത്രം, ദേഹത്തിന്റെ മുഴുവൻ ആകാരങ്ങളും വസ്ത്രം അഴിച്ചിട്ടാൽ കാണുന്നതിലേറെ വൃത്തിയായും മനോഹരമായും കാണാൻ പറ്റുന്ന രൂപത്തിൽ കുടുസായ വസ്ത്രം ധരിച്ച ആളുകൾ എന്നാണ്. സഹോദരങ്ങളെ, ഈ 3-ൽ ഏതെങ്കിലും ഒരു വസ്ത്രധാരണ രീതി സ്വീകരിക്കാത്ത ആളുകൾ ആരാണുള്ളത്? ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വിശ്വാസികൾക്ക് മാതൃകയായി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ 2 മഹദികളുണ്ട്. അത് വിശ്വാസികൾക്ക് മാത്രമല്ല, വിശ്വാസിനികൾക്ക് മാത്രമല്ല, ലോകത്തെ വിശ്വാസികൾക്ക് സർവർക്കും മാതൃകയായി ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്. ഏറ്റവും ഇംറഅത ഫിർഔനിന്റെ ഭാര്യയെ ഏറ്റവും വിശ്വാസികൾക്ക് മാതൃകയായും അവിശ്വാസികൾക്ക് മാതൃകയായും ലൂത്തിന്റെയും അതേപോലെ തന്നെ നൂഹിന്റെയും ഭാര്യമാരെ എടുത്തു കാണിച്ചു. രണ്ടാമത് ഏറ്റവും വിശുദ്ധയായ സ്ത്രീയായിട്ട് എടുത്തു കാണിക്കുന്നത് ആരെയാണ്? വമറിയമ ഇബ്നത ഇംറാനല്ലതി അഹ്സനത് ഫർജഹാ, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിച്ച
മറിയമിനെയാണ്. സഹോദരങ്ങൾ, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ മറിയമിന്റെ സൂക്ഷ്മത വ്യക്തമാകുന്ന രംഗം ഖുർആൻ നമുക്ക് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ആരും വീട്ടിലില്ലാത്ത ഒരു സമയത്ത് ഏതെങ്കിലും ഒരു വഴിവാണി, ഒരു കച്ചവടക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോ, സ്വന്തം ഭർത്താവിനെ അന്വേഷിച്ചു വരുന്ന ഒരാളോ, അപരിതമായ ഒരവസ്ഥയിൽ തന്നെ കുറിച്ച് അറിയുന്നവരാരുമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മുടെ ഒരു സഹോദരിയെ കണ്ടുമുട്ടുന്നുവെങ്കിൽ എത്ര മാന്യതയോടുകൂടെ സംസാരിക്കും, എത്ര മാന്യതയോടുകൂടെ സൂക്ഷ്മത പുലർത്തും എന്നുള്ളതാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഒരു നല്ല മനുഷ്യന്റെ രൂപത്തിലാണ് മലക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ആ മലക്കിനെ കണ്ട ഉടനെ മറിയം ബീവി പറഞ്ഞ വാക്ക് ഖുർആനിലുണ്ട്. ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാൻ മിൻക ഇൻ കുൻത തഖിയ്യാ. ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാൻ, അല്ലാഹുവോട് ഞാൻ ഇതാ രക്ഷ തേടുന്നു. ഏ മനുഷ്യ, നിന്നിൽ നിന്നും അല്ലാഹുവോട് ഞാൻ കാവൽ തേടുന്നു. ഇൻ കുൻത തഖിയ്യാ, നീ സൂക്ഷ്മത പാലിക്കുന്നവനാണെങ്കിൽ. ഒറ്റക്കൊഴിഞ്ഞിരിക്കുമ്പോൾ മലക്ക് വിവരമറിയിക്കാൻ വേണ്ടി, കുട്ടിണ്ടാവും എന്നുള്ള വിവരം അറിയിക്കാൻ വേണ്ടി മലക്കനെ പറഞ്ഞയച്ചാണ് അള്ളാഹു. വന്നത് മനുഷ്യകോലത്തിലാണ്. പക്ഷേ അള്ളാഹുവിൽ നിന്ന് രക്ഷ തേടിയിട്ടാണ് ആ മലക്കിനോട് മറിയം ബീവി സംസാരിക്കുന്നത്. സഹോദരിമാരെ, സ്വർഗവും പരലോകവും നരകമൊക്കെ നമുക്ക് ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വേഷം മാറ്റണം. ഞാൻ പറയുന്നത്, ഇന്നുപയോഗിക്കുന്ന ഡ്രസ്സുകൾ തീ കൊടുത്ത് പുതിയ ഡ്രസ്സ് നാം ധരിക്കണം. നമുക്ക് മാത്രമല്ല കുറ്റം, നമുക്ക് മാത്രമല്ല പാപം. ഇസ്ലാമിന് വിരുദ്ധമായ വസ്ത്രം ധരിക്കുന്ന സഹോദരിമാർ സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, പരലോകത്തവർക്ക് സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കുക സാധ്യമല്ല. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഹോദരങ്ങളെ, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ മറ്റുള്ളവരെ പോലും വഴിപഴപ്പിക്കുന്നു. സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്നാഗ്രഹിക്കുന്ന ആളുകളുടെ കണ്ണുകളെപ്പോലും ഹൃദയങ്ങളെപ്പോലും വഴിതെറ്റിക്കുവാൻ അവർ കാരണമായി തീരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പാപങ്ങൾ എല്ലാവരിലും ചെറുതോ വലുതായ നിലയ്ക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. മദ്യപാനം നാടിന്റെ പരിഷ്കാരമായി വരുന്നു. പലിശ ഗവൺമെന്റ് തലത്തിലൂടെ സ്വീകരിക്കുന്നതാണെങ്കിൽ കുറ്റമല്ലെന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഏതു വേഷം ധരിച്ചാലും, ഒരു മഫ്തയുടെ കോലമുണ്ടെങ്കിൽ, ഒരു പർദ്ദയുടെ നിറമുണ്ടെങ്കിൽ അത് ഇസ്ലാമിക വസ്ത്രമാണെന്ന് പറയുന്ന ദുഷിച്ച പരിഷ്കാരം നമ്മുടെ സഹോദരിമാരിലേക്ക് വരുന്നതോടുകൂടെ എല്ലാവരും നഗരരായിത്തീരുന്ന ഭീകരമായ ദുരവസ്ഥ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മഫ്തയിടാത്ത, പർദ്ദയില്ലാത്ത ഒരാളീ നാട്ടിൽ കാണാൻ പറ്റൂല. അതിന്റെ യഥാർത്ഥമായ രൂപം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ക തുഖാത്തിഹി, സൂക്ഷിക്കേണ്ട മുറപ്രകാരം. സൂക്ഷിക്കുന്നെന്ന് പറഞ്ഞാൽ പോരാ, എങ്ങനെയാണോ സൂക്ഷിക്കാൻ കൽപ്പിച്ചത് അതുപോലെ തന്നെ സൂക്ഷിക്കണം. സഹോദരങ്ങൾ, വിചാരികളെ പരലോകത്ത് കാണിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അടുപ്പ് പോലെ തീ കത്തുന്ന അഗ്നി ഉയർന്നു പൊങ്ങുന്നതിനിടയിൽ നഗ്നന്മാരായി തിളച്ചുമറിയുന്നവരായിക്കൊണ്ട്, നഗ്നന്മാരായി നരകത്തിന്റെ ശക്തമായ തീകളിൽ കിടന്നു മറിയുന്നവരായിക്കൊണ്ട് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കാണത്തക്ക വിധത്തിൽ അപമാനകരമായ പര്യവസാനം നാളെ വരും. ആ വ്യഭിചരിച്ച ദമ്പതികളല്ലാതെ മറ്റാരും അറിയാതെ സ്വകാര്യമായി കൊണ്ടു നടന്ന മാന്യത നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ചുല്ലഴിക്കപ്പെടും. സഹോദരങ്ങളെ, പരലോകത്തിന്റെ പ്രത്യേകത തന്നെ രഹസ്യങ്ങളെ ചുല്ലഴിക്കുക എന്നുള്ളതാണ്. രഹസ്യങ്ങൾ വരും. എല്ലാ രഹസ്യങ്ങളും പരസ്യമായി തീരുന്ന ഒരു ലോകമായിട്ടാണ് പരലോകത്തെ പടച്ച തമ്പുരാൻ പരിചയപ്പെടുത്തത്. പരലോകത്തിന്റെ ഭയാനകതകളെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നു, ഫഇദാ നുഫിഖ ഫിസ്സൂരി നഫ്ഖതും വാഹിദ, അതിശക്തമായ ഒരു ഊത്ത് കാഹളത്തിൽ ഊതപ്പെട്ടാൽ, വഹുമിലത്തിൽ അർളു വൽ ജിബാലു ഫദുക്കതാ ദക്കതം വാഹിദ, പർവ്വതങ്ങളും ഭൂമിയും എല്ലാം പൊടിക്കപ്പെടുകയും ചെയ്താൽ, ആ യഥാർത്ഥ സംഭവം സംഭവിക്കുകയും ചെയ്താൽ, ആകാശം പൊട്ടിപ്പിളരും, അത് ദുർബലമായി തീരുകയും ചെയ്യും. വൽമലക്കു അലാ അർജാഇഹാ വയഹ്മിലു അർശ റബ്ബിക ഫൗകഹും യൗമഇദിൻ തമാനിയ, 8 മലക്കുകൾ അല്ലാഹുവിന്റെ സിംഹാസനവും ചുമന്നുകൊണ്ടുവരും, വിചാരണയ്ക്ക് വേണ്ടി വരും.
യൗമഇദിൻ തുറലൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. അന്ന് എല്ലാ കാര്യങ്ങളും പ്രദർശിക്കപ്പെടും, ഒരു രഹസ്യങ്ങളും അന്ന് രഹസ്യമായി അവശേഷിക്കുകയില്ല. ലോകാവസാനം സംഭവിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ഏത് ഇരുട്ടിന്റെ മറയിലും എത്ര സ്വകാര്യമായും നാം ചെയ്ത എല്ലാ രഹസ്യങ്ങളും, എല്ലാ വ്യഭിചാരങ്ങളും, തോന്നിവാസങ്ങളും, പൂഴ്ത്തിവെക്കലുകളും, അഴിമതികളും, കള്ളത്തരങ്ങളും, മോഷണങ്ങളും, കൊലപാതകങ്ങളും യൗമഇദിൻ തുറലൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, ഒരു രഹസ്യവും രഹസ്യമായി നിൽക്കുകയില്ല. യൗമ തുബ്ലസ് സറായിർ, എല്ലാ രഹസ്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്ന ദിവസം. വഹുസ്സില മാ ഫിസ് സുദൂർ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ, ഹൃദയങ്ങളിലുള്ളത് പുറത്തേക്കെടുക്കപ്പെടുന്ന ദിവസം. എല്ലാം സൂക്ഷ്മമായി അറിയുന്ന പടച്ച തമ്പുരാൻ എല്ലാ രഹസ്യങ്ങളെയും പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസം. ഒന്നും പൂഴ്ത്തി വെക്കാൻ പറ്റൂല, ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റൂല. സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു സമയത്ത് ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരപ്പെടും. അതുകൊണ്ട് സൂക്ഷ്മത പാലിക്കുക, വൈകാരികമായ തെറ്റായ അവസ്ഥകൾക്ക് സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക, ജീവിതത്തിൽ തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. സഹോദരങ്ങളെ, ഇതിലുപരി പാപങ്ങൾ നമുക്ക് വരുന്ന ദുരന്തം ചെയ്ത പുണ്യങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. ചെയ്തു വെച്ച പുണ്യങ്ങളുടെ പ്രതിഫലങ്ങൾ അനുഭവിക്കാൻ കഴിയാത്ത ഹതഭാഗ്യരാകും ചില ആളുകൾ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇതാ ഈ മാസത്തിന് പുണ്യമുണ്ട്, ഈ മാസത്തിന് പുണ്യമുണ്ട്, ഈ ദിവസത്തിന് പുണ്യമുണ്ട്, ഈ രാജ്യത്തിന് പുണ്യമുണ്ട്, ഈ കഅബാലയത്തിന് പുണ്യമുണ്ട്. ഇതേതു മാത്രം പരിശുദ്ധമാണോ അത്ര പരിശുദ്ധമാണ്. ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ രക്തങ്ങൾ, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിമാനങ്ങൾ എന്നാണ്. സഹോദരങ്ങളെ, ഒരാളുടെ അഭിമാനവും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, ഒരിക്കലും ഒരാളുടെ അഭിമാനത്തെ കൈവെക്കരുത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് എന്തു തെറ്റുകളും ഒരു പക്ഷേ ആത്മാർത്ഥമായി ഒരു രാത്രിയോ ഒരു പകലോ നമ്മൾ പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങുമ്പോൾ അള്ളാഹു പുറത്തു തന്നേക്കാം. പാപങ്ങളെ പൊറുക്കുമെന്ന് അള്ളാഹു നമുക്ക് വാക്ക് തരുന്നുണ്ട്. കുലിയാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, കുലിയാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അമിതമായി തെറ്റുകൾ ചെയ്തു പോയ എന്റെ അടിമകളോട് പറയുക പ്രവാചകരെ, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല, നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളെയും പൊറുക്കും. ഒരുപക്ഷെ പുറത്തുപോയേക്കാം, അറഫയിൽ വെച്ചൊന്ന് നന്നായി പ്രാർത്ഥിച്ച സമയത്ത് പൊറുക്കപ്പെട്ടേക്കാം, ഒരു ഹജ്ജിലൂടെ പുറത്തുപോയേക്കാം. എന്നാ സഹോദരങ്ങളെ, ഒരാളെ കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞാൽ, ഒരാളെ കുറിച്ച് അപമതിപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ, ഒരാൾ കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞാൽ, ഒരാൾ മോശപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ, ഒരാൾ സൂക്ഷ്മത കുറഞ്ഞവനാണെന്ന് പറഞ്ഞാൽ, നുണ പറയുന്നവനാണെന്ന് പറഞ്ഞാൽ, നാളെ പരലോകത്തവൻ വരും ബി സക്കാത്ത്, സക്കാത്തുമായി, നോമ്പുമായി, നിസ്കാരമായി കൊണ്ട്. പക്ഷേ അഭിമാനങ്ങളെ മുറിവേൽപ്പിക്കുന്നവന്റെ പാപങ്ങൾ, അവന്റെ പുണ്യങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അഭിമാനങ്ങളാണ്. എന്താണ്? ശതമഹാദ, ഇന്നവനവൻ ചീത്ത വിളിച്ചു, ചീത്ത വിളിക്കുമ്പോൾ ഒരാൾ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. കഥഫഹാദ, ഇന്നവനെ കുറിച്ച് ആരോപണങ്ങൾ പറഞ്ഞു, അത് അഭിമാനത്തിന് ഹാനി വരുത്തുന്നതാണ്. ഇല്ലെങ്കിൽ ഇന്നവനെ ഉപദ്രവിച്ചു, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അവന്റെ പുണ്യങ്ങൾ എടുത്ത് അവന്റെ ആരെയാണോ അവൻ ദ്രോഹിച്ച് അവൻ എടുത്തു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒന്ന് പറയുമ്പോൾ അത് നമ്മളിൽ നിന്ന് ഉത്ഭവിച്ച ഒരാരോപണം 100 ആളുകൾ പറയും, അതിന്റെ ഒക്കെ ഓരോ കുറ്റം കിട്ടുകയാണ്. പലപ്പോഴും നമ്മളത് ചിന്തിക്കാറില്ല. എവിടെയെങ്കിലും നിന്ന് അബദ്ധവശാൽ ഒരു കാര്യം നമ്മുടെ നാവുന്നാണ്ട് പുറത്തു വീണാൽ പിന്നെ അത് കിട്ടിയ ആള് എത്ര ആളോട് പറഞ്ഞു, അത് എത്ര നാട്ടിലെത്തിയോ, അതിന്റെ മുഴുവൻ ഒരു പങ്ക് നമുക്ക് കിട്ടുമ്പോൾ അന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് 20 30 കൊല്ലത്തെ പുണ്യങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. ഒരു ന്യൂസ് ആദ്യം പറയുന്ന ഒരാളുണ്ടാവും, അയാളെ നാവുന്ന ആർക്കൊക്കെ കിട്ടിയോ ആ മുഴുവൻ ആളുകളും പ്രചരിപ്പിക്കുന്ന തെറ്റിൽ നിന്നും ഒരംശം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നാൽ എത്ര പാപങ്ങളാണ് കിട്ടുക, എത്ര പുണ്യങ്ങളാണ് പോവുക എന്ന് ചിന്തിച്ചാൽ മതിയാവും. ഒരു നുണ പറഞ്ഞാൽ ആ നുണയിൽ അവസാനിക്കുന്നു, ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ അവസാനിക്കുന്നു. പക്ഷേ പരദൂഷണങ്ങൾ പറയുന്ന ആളുകളുടെ വാക്കുകൾ അനേകം ആളുകളിലേക്ക് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ എല്ലാം പാപങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് അഭിമാനം കഅബയെക്കാളും പരിശുദ്ധമായ
ഒരാളുടെ അഭിമാനത്തെ ഒരിക്കലും നമ്മൾ കൈവെക്കാതിരിക്കുക. അത് നമ്മുടെ പുണ്യങ്ങളെ നഷ്ടപ്പെടുത്തുന്ന പാപങ്ങളായിട്ടാണ് അത്തരം കാര്യങ്ങളെ നമുക്ക് പഠിപ്പിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, ഈ മാരകമായ തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. നമ്മുടെ കടമകളും കടപ്പാടുകളും ശരിയായ അർത്ഥത്തിൽ നിർവഹിക്കുന്ന ഒരു ശരിയായ മുസ്ലിമാകാൻ നമ്മൾ തയ്യാറാവണം. എന്താണ് തടസ്സം? അതാണ് നമ്മൾ പരിശോധിക്കപ്പെട്ടത്. ഈ തെറ്റിൽ നിന്ന് തിരിച്ചു വരാൻ, ഈ നിമിഷം വരെ ഒരു വക്തും നമസ്കരിക്കാത്ത, മദ്യത്തിന്റെ അല്ലെങ്കിൽ ലഹരി കൊണ്ട് രക്തം ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തിനെ ഈ നിമിഷം മാറാൻ സഹോദരങ്ങളെ എന്താണ് പ്രയാസം? ഇന്നലെ വരെയും അയൽവാസിയോടും നാട്ടുകാരോടും അതേപോലെ തന്നെ അങ്ങാടിയിലും മറ്റുള്ളവരെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞവർക്ക് നാവുകളെ അംസിക് അലൈക ലിസാനക്, എന്താണ് രക്ഷ? നാവിനെ അടക്കി വെക്കുന്നാണ്. ആ നാവിനെ അടക്കി വെക്കാൻ എന്താണ് സഹോദരങ്ങളെ പ്രയാസം? ഇനി മുതൽ എന്റെ പോക്കറ്റിലേക്ക്, എന്റെ കയ്യിലേക്ക് 1 രൂപയുടെ നാണയത്തുട്ടുപോലും ഹറാമായത് വന്നെത്തുകയില്ലെന്ന് തീരുമാനിക്കാൻ എന്താണ് പ്രയാസം സഹോദരങ്ങളെ? ഒന്ന് ദുനിയാവ് തന്നെ. ദുനിയാവിന്റെ സുഖങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ മോചിതനാകാൻ മനുഷ്യന് കഴിയുന്നില്ല എന്നാണ്. ദുനിയാവ് പിടിച്ചു വലിക്കുകയാണ് സഹോദരങ്ങൾ. കണ്ണഞ്ചിപ്പിക്കുന്ന ദുനിയാവിലെ ജീവിതത്തിലെ അനുഭവങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ ഇതൊക്കെ ചെയ്യുന്നത്. ചെറിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ചെറിയ സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി ഒക്കെയാണ് മനുഷ്യനിത് ചെയ്യുന്നത്. എന്നാൽ അറിഞ്ഞേക്കുക സഹോദര, ഈ ദുനിയാവ് യഥാർത്ഥത്തിൽ നമ്മളെ എത്രമാത്രം സഹായിക്കും, എത്രമാത്രം സഹകരിക്കും എന്ന് നമുക്കറിയാമല്ലോ. ആകാശത്തു നിന്നും പെയ്യുന്ന ഒരു മഴ, ആ മഴയിൽ മുളച്ചുണ്ടാകുന്ന ഒരു ചെടി, വെയിലിനെയും മഴയെയും അതിജീവിച്ച് എത്ര കാലം അതിന് നിലനിൽക്കാനാകും? എന്തെങ്കിലും ഒരിക്കലും ഉണങ്ങി ഇല കൊഴിഞ്ഞ് നുരുമ്പി കാറ്റത്ത് പാറുന്ന തദറൂഹുരിയാഹ് ഒരവസ്ഥ വന്നു ചേരും. നമ്മൾ ഒരുമിച്ച് കൂട്ടുന്ന നമ്മുടെ സമ്പത്തും നമ്മുടെ സൗകര്യങ്ങളും പ്രതാപങ്ങളും എല്ലാം മരണത്തോടുകൂടെ നമ്മെ വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. ദുനിയാവിലെ നൈമിഷികമായ സുഖങ്ങൾ അനുഭവിക്കാൻ ശ്രമിക്കുമ്പോൾ മരണമില്ലാത്ത നരകമാണ് അതുമൂലം നമുക്ക് വന്നു ചേരാനിരിക്കുന്നത്. മാത്രമല്ല, മരണമില്ലാത്ത മുഖത്ത് സന്തോഷം കൊണ്ട് തുടിച്ചുകൊണ്ടിരിക്കുന്ന, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദുനിയാവ് നമുക്ക് തടസ്സമുണ്ടാക്കരുത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ പിശാചിന്റെ ന്യായങ്ങൾ. ശൈത്താൻ അന്ന് ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ തടസ്സമുന്നയിച്ച പിശാചിന്റെ ന്യായം ഇന്ന് എല്ലാ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നുണ പറയാനും, നമീമത്ത് പറയാനും, കൊലപാതകങ്ങൾ നടത്താനും, അതേപോലെ എല്ലാറ്റിനും പുതിയ ന്യായങ്ങളാണ് രംഗപ്രവേശം ചെയ്യുന്നത്. അടുത്ത കാലത്ത് നമ്മുടെ ഹമദാനിയെ വധിക്കാൻ ശ്രമിച്ചിരുന്ന മുസ്ലിങ്ങളിൽപ്പെട്ട തന്നെ തീവ്രവാദികളായ ആളുകൾ ആ കൊലപാതകത്തിന് ന്യായം പറയുന്നത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. വ്യഭിചരിക്കുന്നവനും മദ്യപിക്കുന്നവനും ന്യായം പറയുന്നത് നമ്മൾ കേട്ട് കാണും. പക്ഷേ ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും എല്ലാവരും ആ പണ്ഡിതൻ യാത്ര ചെയ്യുന്ന ഓട്ടോറിക്ഷയിലേക്ക് മാരകായുധങ്ങളുമായി അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി വന്ന നമ്മുടെ നാട്ടിലെ തീവ്രവാദ പ്രവർത്തനത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞ ന്യായം തരങ്ങൾ, അയാള് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ എതിർത്തു, ഞങ്ങളുടെ പ്രസ്ഥാനം ഇസ്ലാമാണ്, അതിനെ എതിർത്താൽ അതെന്താണ്, അതിന് പുറത്തു പോയാൽ അയാൾ മുർത്തദ്ദാണെന്നാണ്. മുർത്തദ്ദിനുള്ള ഇസ്ലാമിക വിധി മുർത്തദ്ദിനെ കൊല്ലണമെന്നാണെന്നാണ്. അപ്പൊ മുർത്തദ്ദായി കഴിഞ്ഞിരിക്കുന്നതാണ്. അതായത് ഈ പ്രസ്ഥാനത്ത് നിന്ന് പോയാൽ അയാൾ മുർത്തദ്ദായി, അവിടെ മുർത്തദ്ദിനെ കൊല്ലാൻ അവകാശമുണ്ട് എന്നാണ്. നിയമവും സർക്കാരും പോലീസും എല്ലാം ഉള്ള സ്ഥാനത്ത് ഒരാൾ യഥാർത്ഥമായി ഇസ്ലാമിന്റെ തൗഹീദിലേക്കും ആദർശത്തിലേക്കും വന്നപ്പോൾ അദ്ദേഹം മുർത്തദ്ദാണെന്ന് പറഞ്ഞ് അനുയായികൾക്ക് കൊല്ലാൻ അവസരം കൊടുത്ത ആൾക്കാർ ചിന്തിക്കുന്നുണ്ടോ? ഒരാളെ കൊല ചെയ്താൽ അവൻ നരകത്തിൽ ശാശ്വതനായിരിക്കുന്നതാണ്. നമ്മളെ കൊണ്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അവൻ നരകത്തിൽ ശാശ്വതനായിരിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സഹോദരങ്ങളെ, ദീനിന്റെ പേരിൽ സംഘടിച്ച ആളുകൾ കൊലപാതകമെന്ന ഏറ്റവും വലിയ പാപത്തെ പോലും ന്യായീകരിക്കുന്നു, പലിശയെ ന്യായീകരിക്കുന്നു, വ്യഭിചാരത്തെ ന്യായീകരിക്കുന്നു. പിശാചാണ് ഈ ന്യായങ്ങളെല്ലാം നൽകുന്നത്. എല്ലാം പൊറുക്കും. തകസ്സർ മസ്തതഅത മിനൽ ഖതായ ഫഇന്നക വാജിദ് റബ്ബൻ ഗഫൂറ. വൃത്തികെട്ട കവിതകൾ പാടുന്ന ഒരു കവി ആളുകൾക്ക് കൊടുത്ത സമാധാനമാണ്. തകസ്സർ മസ്തതഅത മിനൽ ഖതായ, തോന്നിയ പോലെ പാപങ്ങൾ ചെയ്തോ, ഫഇന്നക വാജിദൻ റബ്ബൻ ഗഫൂറ, എല്ലാം പൊറുക്കുന്ന റബ്ബിനെ നിനക്ക് കണ്ടെത്താനായേക്കാമെന്നാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പാപങ്ങളും എങ്ങനെയെങ്കിലും അത് പൊറുക്കപ്പെടും എന്നുള്ള ഒരു വിചാരമാണ് രണ്ടാമത് നമ്മൾ സൃഷ്ടിക്കുന്ന കാര്യം. സഹോദരങ്ങളെ,
ഏതൊരു തെറ്റ് ചെയ്താലും അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പുണ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടേക്കാം. ഏത് പാപങ്ങൾ പരിഹരിക്കപ്പെടും, ഏത് പാപങ്ങൾ അവശേഷിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ തെറ്റുകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് മോചിതരായി നന്മയിലേക്ക് തിരിച്ചു വരിക. ന്യായീകരണങ്ങളും ദുനിയാവിന്റെ സന്തോഷങ്ങളിലും നമ്മൾ നിലനിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. സഹോദര, നമ്മളെല്ലാവരും ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്ത സ്വർഗനരകങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് തിന്മകളിൽ നിന്ന് അകലാനും നന്മയിലേക്ക് അടുക്കാനും കഴിയും. ഭീകരമായ നരകത്തെ ഒന്ന് പരിചയപ്പെടാൻ ശ്രമിച്ചു നോക്കൂ വിശുദ്ധ ഖുർആനിലൂടെ. ഞാൻ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. നാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുന്ന കാര്യമാകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു രോഗി, കുടുംബങ്ങളും ബന്ധുക്കളും കുട്ടികളും എല്ലാമുള്ള ഒരു കാരണവർ, 10-25ഓളം പേരക്കുട്ടികളുണ്ട്, അതേപോലെ തന്നെ മക്കളുണ്ട്, ആൺമക്കളുണ്ട്, പെൺമക്കളുണ്ട്, എല്ലാമുള്ള ആളാണ്. അവസാനം ജീവിതത്തിന്റെ അവസാന സമയത്ത് ഒരാശ്രയത്വം വേണ്ട സമയത്ത് ഉമ്മയെ നോക്കാൻ അല്ലെങ്കിൽ വാപ്പയെ നോക്കാൻ ആരുമില്ല. ആര് കൊണ്ടുപോകണം? രോഗിയായി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം മക്കളും പേരക്കുട്ടികളും തീരുമാനിക്കുകയാണ് എവിടേക്കാണ് ഉമ്മനെ കൊണ്ടുപോവുക. ഞാൻ കൊണ്ടുപോയാൽ എനിക്ക് സ്കൂളിൽ പോകാണ്ട് കോളേജിൽ പോകാണ്ട് ഉദ്യോഗസ്ഥന്മാരാണ്, കുട്ടികളൊക്കെ പഠിക്കാണ്, ഉമ്മാനെ കൊണ്ടുപോയാൽ ഞാൻ എന്താ ചെയ്യാന്നാണ്. വേറൊരാൾ പറയണത് എന്താ വെച്ചാൽ നമുക്ക് അവിടെ കൊണ്ടുപോയാൽ അവൾക്ക് എപ്പോഴും അസുഖമാണ്, ഉമ്മാനെ എങ്ങനെ നോക്കാനും കുളിപ്പിക്കാനും എടുക്കാനൊന്നും കഴിയൂലെന്നാണ്. ഏത് ഡിസ്ചാർജ് ചെയ്ത് ബില്ലായതിനു ശേഷം എങ്ങിട്ട് കൊണ്ടുപോകണം തീരുമാനമാകുന്നില്ല. അതൊക്കെ കേട്ട് കിടക്കുന്ന ഒരു ഉമ്മന്റെ അവസ്ഥകൾ ആലോചിച്ചു നിങ്ങൾ, ഒരു ഉമ്മന്റെ അവസ്ഥ. എന്നാൽ നാളെ പരലോകത്തിന്റെ ഭീകരാവസ്ഥ ഇതിന്റെ എത്രയോ ഇരട്ടിയാണ്. കാരണം ജീവിതത്തിൽ മുഴുവൻ ജീവിതത്തിലെ വലിയൊരു കാലഘട്ടം അധ്വാനത്തിൽ നിരതനായ മനുഷ്യൻ, ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച മനുഷ്യൻ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എല്ലാവരും ഉണ്ട്. പക്ഷേ വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ, ഒറ്റക്ക് കൊണ്ടുവരും. അവനവൻ മാത്രം അവനവന് സഹായിയായി തീരുന്ന യാതൊന്നും ജീവിതത്തിൽ താൻ ഇഷ്ടപ്പെട്ടിരുന്ന സ്നേഹിച്ചിരുന്ന ഒന്നും തനിക്ക് ലഭിക്കാത്ത ഭീകരമായ ഒരു നരകത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം മാത്രം. അതിന്റെ അഗാധത ആർക്കും നിർണയിക്കാൻ പറ്റൂല. അതിശക്തമായി തൊലികൾ കരിഞ്ഞു പോകുന്ന, വീണ്ടും തൊലികൾ നടക്കുന്ന ടാറിന്റെ വസ്ത്രങ്ങൾ സിറാബീലുഹും ഖത്റാൻ 70 മുഴം നീളമുള്ള ചെങ്ങലകളെ കൊണ്ട് ബന്ധിപ്പിക്കുന്ന മുഖറനീന ഫിൽ അസ്ഫാദ്, നരകത്തിലെ സർവ്വ ജനങ്ങളെയും കൂട്ടിക്കെട്ടിക്കിടക്കുന്ന ഭീകരമായ ഒരു നരകത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതിൽ നിന്നിലേക്ക് എത്തിക്കാൻ ഈ പാപങ്ങൾ കാരണമാകുമെങ്കിൽ ഈ പാപങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടുന്ന സന്തോഷവും ആഹ്ലാദവും ഒക്കെ എത്ര വലിയ കെടുതിയായിരിക്കും നാളെ പരലോകത്ത് വരുത്തുക. സഹോദരങ്ങളെ, അതിനപ്പുറം പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ് ചൂട് പിടിച്ചു കിടക്കുന്ന നമ്മുടെ ജീവിതം മരണത്തിന്റെ അബോധാവസ്ഥയിലൂടെ മരണമില്ലാത്തൊരു ലോകത്തേക്ക് പോകുമ്പോൾ സുഗന്ധം വാസനിക്കുന്ന അതിശക്തമായ സുഗന്ധത്തിന്റെ വസ്ത്രങ്ങളുമായി നമ്മളെ കാത്തു നിൽക്കുന്ന ആ മലക്കുകളുടെ അകമ്പടിയോടുകൂടെ 7 ആകാശങ്ങളും കടന്ന് ഏറ്റവും ആദരവോടുകൂടെ വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് സുന്ദരമായ ഒരസ്വസ്ഥതകളും ഒരു ഭീകര സ്വപ്നങ്ങളുമില്ലാത്ത സന്തോഷകരമായ ഉറക്കത്തിലൂടെ നാളെ സലാമുൻ അലൈക്കും, നിങ്ങൾ വരൂ, കടന്നു വരൂ, സമാധാനം എന്ന് പറയുന്ന സ്വർഗം, യാതൊരു ടെൻഷനില്ലാത്ത, ആരോഗ്യപരമായ പ്രശ്നമില്ലാത്ത, ഉത്തരവാദിത്തങ്ങളില്ലാത്ത, ബാധ്യതകളില്ലാത്ത, എപ്പോഴും പ്രകാശിക്കുന്ന മുഖവും സന്തോഷങ്ങളുമായും ഇണകളോടും സന്താനങ്ങളോടും ഒത്തുന്ന വിശാലമായ ഒരു സ്വർഗം ഇന്ന് നാം മനസ്സിലാക്കിയ, ഇതുവരെ നാം പഠിച്ച ഇസ്ലാമിക കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ടും വിശ്വാസം അനുസരിച്ചുകൊണ്ടും ജീവിച്ചാൽ അതിവിശാലമായ ആ സ്വർഗം നമുക്ക് ലഭിക്കുമെങ്കിൽ സഹോദരങ്ങളെ, എന്തുകൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിക്കൂടാന്ന് നമ്മൾ ആലോചിക്കുക. അവസാനമായി നമ്മുടെ ഒരു കടമ കൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ വിരമിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് സഹോദരങ്ങളെ നമ്മുടെ പ്രബോധനപരമായ ദൗത്യം. ലോകത്തെവിടെയുമില്ലാത്ത വിധം കേരളത്തിൽ ഈ പ്രബോധന കൃത്യം ഗ്രാമാന്തരങ്ങളിലും എല്ലാ പട്ടണങ്ങളിലും വീടാന്തരവും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ ഇന്നുണ്ട്. കേരളത്തിലെ ഏത് വീട്ടിൽ കയറിയാലും
നമ്മുടെ അമാനി മൗലയുടെ പരിഭാഷയുള്ള പരിഭാഷകളും അതേപോലെ തന്നെ ഇസ്ലാമിക പ്രസംഗങ്ങളുടെ നല്ല നല്ല സീഡികളും കാസറ്റുകളും ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന, ദീൻ ആളുകൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല അവസ്ഥ ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രബോധന രംഗത്ത് സഹോദരങ്ങളെ കുറെ ആളുകൾ ഇപ്പോഴും മാറി നിൽക്കുകയാണ്. ഒരു വയൽ വെക്കാൻ 2-3 ആൾ മതി. നമ്മൾ മാറി നിൽക്കാതെ, നമ്മൾക്ക് 10 വീടുണ്ടെങ്കിൽ ആ 10 വീടിന്റെ അടുക്കൽ ഒരു ക്ലാസ്, നമുക്ക് നമസ്കരിക്കാൻ പോകാൻ നമ്മുടെ തൊട്ടു പരിസരത്ത് നമസ്കരിക്കാൻ പറ്റുന്ന ഒരു പള്ളി, അവിടെ നമുക്കുടെ കുട്ടികൾക്ക് പഠിക്കാൻ മദ്രസ, അവിടെ നമ്മുടെ പ്രഭാഷണങ്ങൾ, വയലുകൾ, അങ്ങനെ ഒരു പ്രദേശവും ഒഴിവില്ലാതെ, ഒരു വീടും ഈ ശബ്ദത്തിൽ നിന്ന് മുക്തമല്ലാതെ നമുക്ക് മുമ്പത്തേതിനേക്കാളും ശക്തമായ ഒരു തിരിച്ചുവരവ് ഇപ്പോൾ എടത്തനാട്ടുകരയിലുണ്ട്. അതിനു നേതൃത്വം നൽകാൻ, അതിന്റെ മുമ്പിൽ നിൽക്കാൻ നമ്മൾ തയ്യാറാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ദുഷ്പ്രചാരണങ്ങൾക്കിടയിലും എല്ലാ പ്രതിരോധങ്ങൾക്കിടയിലും അള്ളാഹുവേ, നിന്റെ ദീനിനെ സഹായിക്കുവാനും നിന്റെ ദീനിനെ പ്രചരിപ്പിക്കുവാനുമുള്ള സമയവും സാവകാശവും സൗകര്യവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.